അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ ഒന്ന് MLA ക്വാർട്ടേഴ്സ് താമസിക്കും. അപ്പോൾ അന്ന് ഒരു മുറി നമുക്ക് എപ്പോഴും തരും. ആദ്യം ഞാൻ വന്ന് താമസിക്കുന്നത് പിണറായി വിജയൻ്റെ മുറിയിലാണ്. അപ്പോൾ അന്ന് പിണറായി വിജയൻ ശശി യാത്ര ഉയർന്ന പതിലൊക്കെ നേരത്തെ വന്നു. ശശി വളരെ പൊളിറ്റിക്കലി ഭയങ്കര ഞങ്ങളെക്കാളും വലിയ പിന്നെ കയ്യിലിപ്പോട്ട് മാറിപ്പോയതാ എന്നൊന്നും ഞാൻ പറയില്ല. പേഴ്സണൽ അബ്യൂസ് അല്ല. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവർ കാറിൽ പോകുമ്പോൾ ഈ കാർ ലോറിയായിട്ട് ഇടിച്ചു. അപ്പോൾ N. ശ്രീധരൻ മരിച്ചുപോയി. ആ കാർ അപകടം CPM ഞങ്ങളുടെ ഒരു വീടല്ലേ പാർട്ടി, ഞങ്ങളുടെ കുടുംബമല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ കണക്കാക്കിയിട്ടുള്ളത്. ഒട്ടുന്നനെയാണ് നമ്മളൊക്കെ ശത്രുക്കളാണെന്നുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ MVR സസ്പെൻഡ് ചെയ്യും. നായനാർ പറഞ്ഞിട്ടാണ് MVR ഇതൊക്കെ ചെയ്തത്. ആണോ? നായനാർ ഈ അഭിപ്രായം CP അങ്ങോട്ട് പോകുമെന്ന് EMS അറിയായിരുന്നു? ഇല്ല, ഒരാൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. അസംബ്ലിയിൽ വെച്ച് MVR ചവിട്ടുകയൊക്കെ ചെയ്തല്ലോ. അന്ന് അദ്ദേഹം കരഞ്ഞു. ആരാ ചവിട്ട്? ഇപ്പോഴും ഈ ശത്രുവിനെ CPM ആക്രമിക്കുന്നത് വലിയൊരു തന്ത്രമാണ്. ശത്രു ഉള്ളതിനേക്കാളും വലുതാന്ന് പറയും. അപ്പം എന്നോട് ലീഡർ പറഞ്ഞൊരു കാര്യം, അത് ഈ നമ്മുടെ ശ്രോതാക്കൾ കേൾക്കേണ്ടതാണ്. ഇന്നത്തെ പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസികളെ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ എന്തെല്ലാമാണ് പറഞ്ഞത്. 5000 കോടിയുടെ കടൽ 5000 കോടിയുടെ കടൽ കൊള്ള. ഇപ്പൊ അത് നടപ്പാക്കുന്നവരാണ് അല്ലേ? അതിന്റെ പേരിൽ പുള്ളിയുടെ മാത്രം ഫ്ലക്സ് വെക്കുക. വിഴിഞ്ഞം തുറന്നു. ഉമ്മൻചാണ്ടിയെ അടുപ്പിക്കത്തില്ല, പടം വെക്കത്തില്ല. ഉമ്മൻചാണ്ടിയാണ് അതിന്റെ ക്രിട്ടിക്കൽ ഒപ്പിട്ടത്. സോണിയാഗാന്ധി പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിട്ട് ഒപ്പിട്ടു. എന്നിട്ട് പിന്നെ കുറച്ചു കാലം ഡൽഹിക്ക് പോകത്തില്ലായിരുന്നു. റിയലി? എനിക്കറിയില്ല. ഡൽഹിക്ക് പോകത്തില്ല, കാരണം സോണിയാഗാന്ധി പിണങ്ങി. പക്ഷെ ചെറുകിട വ്യാപാരവും ചെറുകിട വ്യവസായവും വളരാത്തതിന്റെ 2 കാരണങ്ങൾ. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. മോഹമുക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മറ്റാരുമല്ല, തൻ്റെ ആദർശത്തിന് വേണ്ടി ജീവിതത്തിലെ പൊളിറ്റിക്കൽ കരിയർ തന്നെ നഷ്ടപ്പെടുത്തി ഒടുവിൽ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്ന ശ്രീ CP ജോൺ, സഖാവ് CP ജോൺ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യമേ അങ്ങേ അഭിനന്ദിക്കുകയാണ്. കാരണം അങ്ങൊരു മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങ് ഇതുവരെ ഒരു MLA പോലും ആകാൻ ചെറിയൊരു സ്ലിപ്പ് വന്നല്ലോ, 481 വോട്ടിന്റെ. അതാണ് കുന്നംകുളം സംഭവിച്ചത് 2016 16 മത്സരിച്ചു. പിന്നീട് 16 പിന്നെ നിർത്തി തൽക്കാലം. സ്റ്റോപ്പ് ചെയ്ത് 11 ഓക്കെ. അതിനുശേഷം പിന്നെ ഇപ്പൊ വീണ്ടും ശ്രമിക്കുന്നു. അതെ, എല്ലാവിധ ആശംസകളും. അങ്ങ് ജയിക്കുമെന്ന് ഉറപ്പാണ്. വളരെ നന്ദി. കാരണം അങ്ങ് ജയിക്കണം എന്നുള്ളത് ഞാൻ സംസാരിച്ച CPMകാരുടെ പോലും താല്പര്യമാണ്. അറിയാൻ പറ്റില്ല, എന്തായാലും നല്ലതായിരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് അങ്ങ് ആരാണെന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. നാച്ചുറലി അവരൊന്നും അറിയണം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് കുന്നംകുളംകാരനാണ് അല്ലേ? അതെ, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കുന്നംകുളത്താണ്. അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അഗ്രികൾച്ചറിൽ. അതായത് അന്ന് മധ്യപ്രദേശ് ഇല്ല, അന്ന് സെൻട്രൽ പ്രോവിൻസ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ നാഗ്പൂരൊക്കെ അതിലാണ് വരിക. അപ്പോൾ അവിടുത്തെ ബസ്തർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ചീഫായിരുന്നു. അപ്പം അന്ന് അവരൊക്കെ തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ്സിലെ BA കെമിസ്ട്രി, അതെ, അവരൊക്കെ തൃശ്ശിനാപ്പള്ളിക്കാരാണ്. അപ്പോൾ അവരവിടെ ജസ്യൂട്ട്സ് പഠിപ്പിച്ചിട്ടുള്ള കെമിസ്ട്രി പഠിച്ചിട്ട് സോയിൽ സയൻസ് ഒക്കെ പഠിച്ച് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് പോയി. പിന്നെ അവിടുത്തെ ഒരു സ്റ്റേറ്റ് ലെവലുള്ള അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഞങ്ങൾ തമ്മിൽ പ്രായം കൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് അപ്പം അമ്മ ഒക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ പോയിട്ടില്ല. അദ്ദേഹം അവിടെ ജോലി ചെയ്തു. ഒരു 65 തന്നെ റിട്ടയർ ചെയ്തു. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അമ്മ ഇവിടെ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എൻ്റെ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിൽ. അപ്പോൾ അങ്ങനെ അവിടെ വരും, അപ്പൻ വരും പോവും. അങ്ങനെ അപ്പനൊരു അതിഥിയായിരുന്നു വാസ്തവം. ഗൾഫിൽ നിന്ന് വരുന്ന പോലെ. അപ്പൻ്റെ ഒരു പശ്ചാത്തലം അല്ലല്ലോ കമ്മ്യൂണിസം. അല്ല ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താല്പര്യം? ഏട്ടനൊക്കെ ഒരു ഇടതുപക്ഷ തിങ്കിങ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലൊക്കെ അവർ കൃഷ്ണപിള്ളയുടെയൊക്കെ അടുത്ത ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ബിസിനസ്സൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഈ ലെഫ്റ്റിൻ്റെ ഒരു കാറ്റുണ്ട്. അവരുടെ വീട്ടിൽ നല്ല ലൈബ്രറിയും ഒക്കെ. ഞങ്ങളുടെ വീട്ടിൽ ലൈബ്രറി ഉണ്ട്. അപ്പന് നല്ല ലൈബ്രറി സ്വന്തമായിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഷേക്സ്പിയറും മിൽട്ടണും
അപ്പോഴേ ആ പരിചയം അലക്സാണ്ടർ ഡി മാസും എല്ലാം വലിയ വായനക്കാരനായിരുന്നു മൂപ്പര്. വായിപ്പിക്കണം എന്ന് നിർബന്ധം, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ അന്നൊരു ലെഫ്റ്റ് വളരുന്ന കാലമല്ലേ, ലേറ്റ് 60s എന്ന് പറഞ്ഞാൽ ആരും ലെഫ്റ്റായി പോവുമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഞാനും ഒരു എൻ്റെ ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്ന പോലെ ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സ്വയം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, എടപ്പാളിൽ, മലപ്പുറം ജില്ലയിലായി, അത് എടപ്പാൾ അതിർത്തിയിൽ. അപ്പോൾ അവിടെയൊക്കെ അപ്പോഴേ ഞാൻ SFI ആണ്. അന്ന് SFI ഇല്ല, KSF, സ്റ്റുഡൻസ് ഫെഡറേഷൻ, KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഓക്കെ. പിന്നെ SFI വരുന്നത് 70-ലാണ്. അപ്പോൾ അന്നേ ഞാൻ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ തന്നെ, ആ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ് തൊട്ട് എനിക്ക് ഞാൻ കമ്മിറ്റിക്കൊക്കെ പോയിട്ടുണ്ട്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ബോയ് സ്കൗട്ട് എന്ന് പറഞ്ഞ പോലെ സജീവമായത് എപ്പോഴാണ്, എത്ര പഠിക്കുമ്പോൾ? അപ്പോൾ SLC പഠിക്കുമ്പോഴേ ഉണ്ട്. പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ. ശ്രീകൃഷ്ണ കോളേജിൽ നിന്നപ്പോൾ ആക്റ്റീവായി, വളരെ ആക്റ്റീവായി. SLCക്ക് ആക്റ്റീവ് ആണല്ലോ. അതെ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് 9ാം ക്ലാസ്സുകാർക്കോട് അടുത്ത വർഷം നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാം. അങ്ങനത്തെ സിസ്റ്റം അന്നൊക്കെ സ്കൂളുകളിൽ വളരെ ആക്റ്റീവായിരുന്നു. KSU ആയിരുന്നു ഭയങ്കര സ്ട്രോങ് ശക്തമായ സംഘടന. KSUവിൻ്റെ 4 അയലത്ത് പോലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ SFI വലുതായി തുടങ്ങി, ഞങ്ങളുടെ സ്കൂളിലൊക്കെ ജയിക്കാനൊക്കെ തുടങ്ങി. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നല്ല പോലെ രാഷ്ട്രീയവും ഒക്കെ പ്രകടനവും. ഭാരവാഹിത്വം ആ സമയത്ത് എടുത്തോ? ഭാരവാഹിത്വമൊക്കെ യൂണിറ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ചുമതലകളില്ല. അത് കഴിഞ്ഞിട്ട് വന്ന് C. ഭാസ്കരൻ, G. സുധാകരൻ പ്രസിഡന്റ്. അപ്പോൾ ഞാൻ വിളിച്ച ആദ്യത്തെ മുദ്രാവാക്യമാണ് G. സുധാകരൻ സിന്ദാബാദ്, C. ഭാസ്കരൻ സിന്ദാബാദ്. അപ്പോൾ G. സുധാകരൻ ഞങ്ങളുടെ കോളേജ് വന്നിട്ടില്ല, പക്ഷേ C. ഭാസ്കരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 10-25 കുട്ടികളെ ഉള്ളൂ SFIയിൽ. അപ്പോൾ അവരുടെ C. ഭാസ്കരനൊക്കെ വരുമ്പോൾ നമ്മൾ തറയിലിരുന്ന് പ്രസംഗം കേൾക്കുക എന്നുള്ള ചുമതല എനിക്കുള്ളൂ. അപ്പോൾ വലിയ വലിയ ചേട്ടന്മാരാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് BSc ആയിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ പഠിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ് അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഫിസിക്സ് പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ഈ ശ്രീകൃഷ്ണനെ പഠിക്കാൻ തന്നെ കാരണം ഈ സെൻറ് തോമസൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്താ സമരം അന്നത്തെ മാനേജ്മെൻറ്റ് സമരം. അത് കഴിഞ്ഞ് നാച്ചുറലി ഞാൻ സെൻറ് തോമസിൽ, ആദ്യം കേരള ചേർന്നു. അപ്പോഴാണ് സെയ്താലി കൊല്ലപ്പെടുന്നത് പട്ടാമ്പിയിൽ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ അവിടെ പഠിക്കണ്ട, നീ ഇവിടെ നിന്ന് തന്നെ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സെൻറ് തോമസിലേക്ക് മാറ്റി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ, സെൻറ് തോമസിൽ ചെന്നപ്പോൾ ആദ്യത്തെ സെൻറ് തോമസിലേക്ക് ശ്രീകൃഷ്ണയിൽ നിന്ന് കേരള പോയി അവിടുന്ന് BSc. അവിടെ പഠിക്കുക എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യം. ഫിസിക്സിൻ്റെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോഴും ആ സാറുമാരൊക്കെ ദേവനാരായണൻ സാറൊക്കെ ഇപ്പോഴും ഉണ്ട്, എന്നെ കാണാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ എമർജൻസി വന്നു സെക്കൻഡ് ഇയറിൽ. ആദ്യത്തെ വർഷമൊക്കെ ഞാൻ നല്ല പഠിത്തം മാത്രം. അപ്പോൾ എമർജൻസി വന്നപ്പോൾ എന്നിലെ ഒരു എവിടെയോ കിടക്കുന്ന ജനാധിപത്യവാദി ഉണർന്ന് പ്രവർത്തിച്ച് ഭാരവാഹിയായി, താലൂക്ക് സെക്രട്ടറിയായി. അപ്പോൾ അന്ന് അധികം പേരില്ല പ്രവർത്തിക്കാൻ, എമർജൻസി അല്ലേ. അപ്പോൾ അന്ന് എൻ്റെ നേതാവായിരുന്നു എന്ന് പറഞ്ഞ പ്രസാദ്, TK കൃഷ്ണൻ MLA ചേട്ടൻ്റെ മകൻ. അപ്പോൾ അവരൊക്കെ വെച്ച് ഞങ്ങൾ അപ്പം പിന്നെ ആക്റ്റീവായി, വളരെ ആക്റ്റീവായി. ഈ എമർജൻസി കാലയളവിൽ എന്തെങ്കിലും നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ എൻ്റെ കസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ അവർ നക്സലൈറ്റ് ചായകൾ രാജൻ്റെ കൂടെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഈ സമയത്താണോ നക്സലൈസം? ഈ SFIയിലായിരിക്കുന്ന സമയത്തല്ലേ നക്സലിസം ശക്തമായിരുന്നല്ലോ. അപ്പോൾ അവർ നക്സലൈറ്റ്. ഫിലിപ്പം പ്രസാദ് ഒക്കെ ആയിരുന്നു. ഫിലിപ്പം പ്രസാദിന് ശേഷമുള്ള ബാച്ചാണ് മുരളി കണ്ണമ്പള്ളി. പക്ഷെ ഞാനതിലില്ല. അപ്പം എന്നോടും അതിൽ ചേരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനപ്പോഴും SFI ഭാരവാഹിയല്ലേ. അപ്പോൾ എനിക്ക് സംഘടനാപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഉണ്ട്. ഒരു 18 വയസ്സാകുമ്പോഴേക്കും എനിക്ക് കൃത്യമായ ആ സംഘടനാ ചാനലിൽ ഞാൻ വന്നിരുന്നു, ചലിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ AK ബാലൻ, MA ബേബി, തോമസ് ഐസക്കിനൊക്കെ അവരെ സംഘടനയുടെ ചുമതലക്കാർ എന്ന രീതിയിൽ അപ്പോഴേ നല്ല പരിചയമായി. തോമസ് ഐസക് പാർട്ടിയിൽ ഒന്ന് സജീവമായിട്ടുണ്ടോ? അന്നുണ്ട്. പിന്നെ ഗ്യാപ്പ് വന്നതാണ്. പിന്നെ CDSൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോ പഠിക്കാനായി. ലോ പഠിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. അതെ. അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെയാണ് പോകേണ്ടത്. അങ്ങനെ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ ചേർന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായില്ലേ. അങ്ങനെ അവിടെ നിന്ന് സെനറ്റിൽ മെമ്പറായി, സിൻഡിക്കേറ്റ് മെമ്പറായി.
ആദ്യത്തെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഞാൻ SFIയുടെ. സണ്ണി ജോസഫാണ് KSUവിൻ്റെ ലാസ്റ്റ് സിൻഡിക്കേറ്റ് മെമ്പർ. ശരി. സണ്ണി ഞാനും ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്ന അകലെയുള്ളൊരു മുറികൾ തമ്മിൽ, മുറിക്ക് പൂട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. സണ്ണി എന്നെക്കാളും പ്രായം കൊണ്ട് കുറച്ച് കൂടുതലുണ്ട്. അല്ല, ശത്രുത ഉണ്ടെങ്കിൽ അങ്ങനെ സണ്ണിയായിട്ട് ഭയങ്കര ഇതായിരുന്നു അന്ന്. അങ്ങനെ ഇപ്പം ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള അങ്ങനത്തെ ഒരു വികൃതമായ വൈരാഗ്യങ്ങളൊന്നുമില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അടിപിടി ഉണ്ടാവും, ഒക്കെ സംഭവിച്ചാലും ഇങ്ങനെ ആളുകളെ ഇങ്ങനെ എന്താ പറയുക ഇമ്പോസ് ചെയ്യുന്ന മതത്തിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും എല്ലാറ്റിൻ്റെയും കൊല്ലുക അതിനുള്ള ഒരു വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക. അപ്പം അന്നൊക്കെ ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സണ്ണി, നമ്മുടെ ഗോവ ഗവർണർ, BJPയുടെ നമ്മുടെ ശ്രീധരൻപിള്ള, AK ബാലൻ, ശ്രീധരൻപിള്ള കോഴിക്കോടാണ്, സണ്ണി, ഒരേ വരാന്തയിൽ നിന്നവരാ. ഞാൻ അവരുടെ ജൂനിയറാ. അന്ന് BJPക്ക് അതിനുള്ള സ്കോപ്പ് ഒന്നുമില്ല, അപ്പോഴും ഒന്നുമില്ല. അദ്ദേഹം അന്ന് സ്ട്രോങ് അല്ലേ, ABP മെയിൻ ആളാണ്. അപ്പോൾ ABPക്കാരായാലും എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പം സണ്ണി ജോസഫ് KPC പ്രസിഡൻ്റായി, ശ്രീധരൻപിള്ള ഗവർണറായി, AK ബാലൻ പലതവണ മന്ത്രിയായി, ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട്. അങ്ങനെ പിന്നെ ഹബീബ് മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പിന്നെ KT ജോസഫ് എന്ന് പറയും KSUവിൻ്റെ, അവരൊക്കെ മരിച്ചുപോയി. KT ജോസഫ് എന്ന് പറഞ്ഞ പണ്ട സപ്ലൈകോയുടെ അതാണ്, അയാളാണ് അല്ല? അതെ, KT ജോസഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് പോയി. അത് വലിയൊരു ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ. അവർ പിന്നെ മദ്യത്തിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ എൻ്റെ ചോദ്യം, SFIയുടെ പ്രസിഡന്റ് ആവുന്ന എപ്പോഴായിരുന്നു? അപ്പോൾ അത് കഴിഞ്ഞ് 80 ഞാൻ സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിർത്തി അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അവിടെ താമസം തുടങ്ങിയോ? സ്ഥിരമായിട്ടില്ല. സത്യത്തിൽ തുടങ്ങി. അപ്പോൾ കുഞ്ഞിരാം പൊതുവാളിൻ്റെ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്നോട് പൊതുവാൾ AKGയുടെ ഒക്കെ വളരെ അടുത്ത ഒരാളാണ്. നീ ഇവിടെ നിന്നോ, എനിക്ക് ഇഷ്ടംപോലെ കേസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ പ്രതിയായിട്ട്, അടുത്ത മാസം തൊട്ട് കെട്ടെടുത്ത് പൊക്കോ എന്നൊക്കെയുള്ള രസം. അങ്ങനെ ഞാനൊരു യാത്ര പറയാൻ വന്നതാണ് പാലക്കാട് സമ്മേളനത്തിൽ. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പ്രസിഡന്റ് ആവുന്നത്. സംസ്ഥാന എന്ത് ഭാരവാഹിയായിരുന്നു? സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി 80. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഫുൾ ടൈമായിട്ട് പോകണം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം അന്ന് എനിക്ക് 22-23 വയസ്സേ ഉള്ളൂ. ആ സെലക്ഷൻ എങ്ങനെയായിരുന്നു അവിടെ? അതൊരു അത്ഭുതമാണ്, അത് ചോദിക്കാൻ വളരെ പ്രസക്തമാണ്. അപ്പം അന്ന് സുരേഷ് കുറുപ്പുണ്ട്, തോമസ് എബ്രഹാം ഉണ്ട്, അവരൊക്കെയാണ് നാച്ചുറലായിട്ട് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. തോമസ് എബ്രഹാം ആണ് ഞാൻ കണ്ട സ്റ്റുഡൻറ് ലീഡേഴ്സിലെ മോസ്റ്റ് ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണോ? പക്ഷെ ഒരിടത്തും എത്തിയില്ല. പിന്നെ അദ്ദേഹം ഹൈക്കോടതി നല്ല വക്കീലായി. അല്ല, അത് ഈ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചില പക്ഷം പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന യുവാക്കളുടെ പ്രോബ്ലമാണ്. മനസ്സിലായി. അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പർ തോമസ്, അവിടെ ഞാനും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് 79-80 79 ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ആയത് തിരഞ്ഞെടുക്കപ്പെടുന്നത് 80. അപ്പോൾ ഇവരിൽ ഒരാളാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുരേഷ് കുറുപ്പ് ആയിട്ടില്ല അന്നേരം? ആയിട്ടില്ല. പക്ഷേ എന്നെയാണ് സെലക്ട് ചെയ്തത്. അത് CPMൻ്റെ ഒരു സെലക്ഷനാണ്. അതിൽ ആരൊക്കെ പങ്കുവച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്നാൽ ജോൺ പുതിയൊരാൾ വരട്ടെ. അന്ന് എത്ര വയസ്സുണ്ട്? എനിക്ക് 22-23 അത്രേ ഉള്ളൂ. എന്നിട്ടോ SFI പ്രസിഡന്റ് എന്തെങ്കിലും പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു. അപ്പോൾ പിന്നെ ഞാൻ തിരുവനന്തപുരത്തുകാരനാവേണ്ടി വന്നല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ ഒന്ന് MLA ക്വാർട്ടേഴ്സ് താമസിക്കും. അപ്പം അന്ന് ഒരു മുറി നമുക്ക് എപ്പോഴും തരും. വൈക്കം വിശ്വൻ്റെ മുറിയായിരുന്നു അന്ന്. ഞാൻ ആദ്യം വന്ന് താമസിച്ചത് പിണറായിയുടെ മുറി. ജനപ്രതിനിധിയാണോ? അല്ലല്ലോ. 80 ഉപതെരഞ്ഞെടുപ്പിൽ വന്നത് അല്ലേ? അല്ല, 80 ജയിച്ചു. ശരി. ആദ്യം ഞാൻ വന്ന് താമസിക്കുന്നത് പിണറായി വിജയൻ്റെ മുറിയിലാണ്. അപ്പം അന്ന് പിണറായി വിജയനൊന്നും അവിടെ ഇല്ല. അദ്ദേഹം അന്ന് MLA, ആദ്യം MLA 70 MLA ആണല്ലോ. അപ്പോൾ ഈ അന്ന് 77 ശേഷം MLA ആയിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ബേബിയുടെ കയ്യിലാണ് എൻ്റെ കോടിയുടെ താക്കോലൊക്കെ. ഞാൻ അവിടെ ഇങ്ങനെ ബേബിയാണ് അന്ന് സീനിയർ നേതാവ്. അല്ലല്ല, ബേബി പിണറായിയുടെ ജൂനിയർ. പക്ഷേ ഞങ്ങളപ്പോൾ ഇവരുടെ മുറിയിലാണ്, അവരൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ താമസിക്കും, പിന്നെ പാർട്ടി ഓഫീസിൽ താമസിക്കും. രാമനിലയെന്നുണ്ടൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ സാഫല്യം കോംപ്ലക്സ് വന്നില്ലേ. അപ്പോൾ അത് ശിവൻകുട്ടി സെറ്റുകളൊക്കെ കൂടെ SFIയുടെ മുറിയുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. പിന്നെ ഇന്നടത്ത് കിടക്കാതൊന്നും ഇല്ല. അന്ന് SFI പ്രസിഡന്റ് സ്റ്റേറ്റ് മുഴുവൻ പോകും. പിന്നെ സ്റ്റേറ്റ് മുഴുവൻ പോകും. 80 പിന്നെ ഞാൻ അപ്പോഴേക്കും പിന്നെ മുഴുവൻ ദിവസവും യാത്ര ചെയ്യും. അപ്പം ഞാൻ പ്രസിഡൻ്റായപ്പോൾ P. ശശിയാണ് സെക്രട്ടറി.
പി സി സി അത്ര ഉയർന്ന പദവിയിലൊക്കെ നേരത്തെ പി സി സി വളരെ പൊളിറ്റിക്കലി ഭയങ്കര ഞങ്ങളെക്കാളും വലിയ പിന്നെ കയ്യിലിപ്പോട്ട് മാറിപ്പോയതാ എന്നൊന്നും ഞാൻ പറയില്ല. പേഴ്സണൽ അബ്യൂസ് അല്ല. ശശി വളരെ അതേ ശശി ഇങ്ങനെയായിരുന്നോ? അല്ലല്ല, ശശി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ലീഡറായിരുന്നു. ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ. ഞങ്ങൾ രണ്ടാളും ഭയങ്കര കോമ്പിനേഷനായിരുന്നു. ഞങ്ങളുടെ കോമ്പിനേഷനിലാണ് എല്ലാം വിജയിച്ചത്. പിന്നെ ഞാനും കുറുപ്പുമായിട്ടുള്ള പിന്നെ സുരേഷ് കുറുപ്പ് പ്രസിഡൻ്റായി. ഞങ്ങളുടെ കോമ്പിനേഷനിലും SFIക്ക് നല്ല സക്സസ് ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഒരു ബേസ്. അപ്പോഴൊക്കെ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്. പിന്നെ അവിടുന്ന് SFI സ്ഥാനാർത്ഥി പരിഗണന വല്ലതും വന്നിരുന്നു ആ സമയങ്ങളിൽ? വല്ല അങ്ങനൊന്നും ഇല്ലാത്ത കൊച്ചായ? സത്യം പറഞ്ഞാൽ എനിക്ക് 25 വയസ്സ് തികഞ്ഞിരുന്നില്ല. 25 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ CPM നിന്നു കൊടുത്തിട്ടില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് SFI പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ട് എത്ര കാലം കൂടെ തുടർന്നു? പിന്നെ SFI പ്രസിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ സെക്രട്ടറി ആയി, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി. ഞാനിടയ്ക്ക് പ്രസിഡന്റ് ആവേണ്ടതായിരുന്നു എന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു. അതിലാണ് പിന്നെ ഇങ്ങനെ സീതാറാം യെച്ചൂരി ആദ്യമായിട്ട് കേരളത്തിൽ നിന്നല്ലാതെ ഒരു പ്രസിഡന്റ് വരുന്നത്. അത് എൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ബ്രേക്കായിരുന്നു അന്ന്. അപ്പോൾ അത് അല്ലെങ്കിൽ ഞാൻ ഡൽഹിക്ക് അങ്ങ് പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് നിൽക്കാതെ ഡൽഹിക്ക് പോകുമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഞാൻ നാട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോയി. അവിടെ ഈ വിവാഹം കഴിഞ്ഞു. കോഴിക്കോട്ടേക്ക്? അല്ല, കുന്നംകുളത്തിന് പോയി. അവിടെ പോയി എന്നെ അപ്പോൾ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയൊക്കെ ആകെ ചെറിയ പ്രശ്നമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവാൻ പറഞ്ഞു. അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി ഒരുമിച്ചായിരുന്നു. അതൊരു അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതെൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ്. എന്നിട്ടോ അപ്പോഴല്ലേ ഈ ബദൽ രേഖ വരുന്നത്? ആ സമയത്താണല്ലേ? ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് ബദൽ രേഖ വരുന്നത്. എങ്ങനെയാണ് ഈ ബദൽ രേഖയിലേക്ക് ആകർഷിക്കപ്പെട്ടത്? രാഘവനുമായിട്ട് അടുപ്പമായിരുന്നോ? പേഴ്സണലായിട്ട് അടുപ്പം എല്ലാവരായിട്ടുള്ള പോലെ ഉള്ളൂ. എക്സാക്ട്ലി എന്തായിരുന്നു ബദൽ രേഖ? ലീഗിനോട് ചേരണം എന്നുള്ളത് മാത്രമാണോ വിഷയം? അല്ല. അത് വളരെ 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 ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഈ 30 കൊല്ലം കഴിയുമ്പോഴേ ജനം 40 കൊല്ലം. അപ്പോൾ ജനം ചിന്തിക്കുന്നത് വെറുതെ ലീഗ് വേണോ വേണ്ടെന്നോ? അല്ല. അതിലെ കാതലായ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന് കറണ്ട് പൊളിറ്റിക്സ് എങ്ങനെ ജയിക്കാം. അപ്പോൾ CPM ഒരു ഒറ്റപ്പെടൽ കഴിഞ്ഞ് 80 ഗവൺമെൻറ് വന്ന് 82 തോറ്റ് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ലീഗും കേരള കോൺഗ്രസുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കുന്നതിൽ തെറ്റ് 67 ഉണ്ടാക്കിയല്ലോ എന്നുള്ളതാണ് കറണ്ട് പൊളിറ്റിക്സ്. അതാണ് ബദൽ രേഖയുടെ ഓപ്പറേഷണൽ പാർട്ട്. പക്ഷേ ഈ ബദൽ രേഖ വെറുതെ ഉണ്ടായതല്ലോ. ബദൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെതിരായിട്ടുണ്ടായതാണോ? അതെ. അപ്പോൾ EMSനൊരു തീസീസ് ഉണ്ടായിരുന്നു. ആ തീസീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 84 നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരമാണ് എൻ്റെ ബേസ്. ഈ കേരളോർമ്മ രാജയ്ക്ക് 2ാം സ്ഥാനം കിട്ടി. അതെ. ആ 2ാം സ്ഥാനം കിട്ടാനുള്ള കാരണം അഖിലേന്ത്യാ ലീഗാണ്. അഖിലേന്ത്യാ ലീഗ് മുന്നണിയിലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് RSS ശക്തിപ്പെടുന്നത് എന്നുള്ള തീസീസാണ്. അതിൻ്റെ ആൻറ്റി തീസീസാണ് ഈ ബദൽ രേഖ. ബദൽ രേഖ ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് അല്ല. ഇറ്റ് ഈസ് എൻ ആൻറ്റി തീസീസ്. ഓക്കെ. അത് എല്ലാവരും താങ്കളെ പോലുള്ള ഒരു തീസിസും EMS അവതരിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ലീഗിനെ അകറ്റി നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അല്ല, EMSന്റെ പോളിസി. EMSന്റെ പോളിസി അതാണല്ലോ പാർട്ടിയുടെ പോളിസി. അതാണ് പാർട്ടിയുടെ പോളിസി. പിന്നീട് ആയിരുന്നില്ല. അപ്പൊ അത് അവിടെയാണ് ഈ തർക്കം. അപ്പൊ ലേഖനം എഴുതിയുള്ളത് പാർട്ടിയിലെ ലേഖനമല്ല, പോളിറ്റ് ബ്യൂറോ ലെറ്റർ. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. റെസൊല്യൂഷൻ അല്ല, ഇറ്റ് ഈസ് എ പോളിറ്റ് ബ്യൂറോ ലെറ്റർ. ആ ലെറ്റർ അയക്കുമ്പോൾ നിയമസാണ് സർവാധികാരി അല്ലേ പോളിറ്റ് ബ്യൂറോയിലും എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെതായ ഒരു എതിർപ്പൊക്കെ ഉള്ള ഒരു അങ്ങനെ ആര് പറഞ്ഞാലും പെട്ടെന്നും പാർട്ടി അംഗീകരിക്കുമൊന്നും ഇന്നത്തെ പോലല്ല. അല്ലല്ല. അപ്പോൾ EMSന്റെ ഈ പോളിറ്റ് ബ്യൂറോ ലെറ്റർ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഒരു തിരിച്ചയക്കും. VS ആണ് സെക്രട്ടറി. MVR പാർലമെന്ററി പാർട്ടി സെക്രട്ടറി. അപ്പോൾ അപ്പോഴത്തെ ഒരു സീനിയോറിറ്റിയിൽ VS കഴിഞ്ഞാൽ MVR ആണ് രണ്ടാമൻ എന്ന് പറയാൻ പറ്റില്ല. നായനാരൊക്കെ ഉണ്ടല്ലോ. നായനാരുണ്ട്, EMS ഉണ്ട്, ബാലാനന്ദനുണ്ട്. ശരി. EMS MVR സെൻട്രൽ കമ്മിറ്റി വന്നില്ല. അപ്പോൾ ഇവരിവിടുന്ന് തിരിച്ചയക്കും, അവരോടൊന്ന് വീണ്ടും അയക്കും. അപ്പോൾ അതിനിടയിൽ N. ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായൊരു നേതാവ് ഉണ്ടായിരുന്നു. താങ്കൾ കണ്ടു കാണില്ല. ഇല്ല. അദ്ദേഹം MVRും ഒക്കെ VS ഒക്കെ ഒരു ലൈനായിരുന്നു. പക്ഷെ NS ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു കൊല്ലത്ത് വെച്ച്. ചിറ്റാർ എന്ന് ഒരു പതാകയായിട്ട് ഞാനാണ് അതിലത്തെ പതാക ഏറ്റുവാങ്ങുന്നത്. പത്തനംതിട്ട ചിറ്റാർ. അവിടെ മാത്രം അപകടം ഉണ്ടാകുന്ന സ്ഥലം ഇപ്പോൾ പോലും ചെറിയ സ്ഥലം അല്ല. അപകടം ഉണ്ടായത് കൊട്ടാരക്കര. അദ്ദേഹം ചിറ്റാറുകാരനാണ്. അല്ല, ചിറ്റാറിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് SFIയുടെ പതാക എടുക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ വലിയ പോലീസിൻ്റെ തടച്ചിലൊക്കെ ഉണ്ടായി. ലോങ് സ്റ്റോറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവർ കാറിൽ പോകുമ്പോൾ ഈ കാർ ലോറിയായിട്ട് ഇടിച്ചു. അപ്പോൾ N. ശ്രീധരൻ മരിച്ചുപോയി. ആ കാർ അപകടം CPMൻ്റെ ചരിത്രത്തിലെ ഒരു വല്ലാത്ത അപകടം. അപ്പോൾ ഈ ബാലൻസ് തെറ്റി, ഈ ബ്യൂറോ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ബാലൻസ് തെറ്റി. അപ്പോൾ NS ഒക്കെ EMSൻ്റെ സൈഡിലേക്ക് തന്നെ മാറി. പക്ഷേ പിന്നെ ഇത് പറഞ്ഞവരെല്ലാവരെയും പുറത്താക്കി. MV രാഘവൻ, പുത്തലത്ത് നാരായണൻ, PV കുഞ്ഞിക്കണ്ണൻ, ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുറത്താക്കി. MV രാഘവൻ ഇത് എങ്ങനെ ഇത് അവതരിപ്പിച്ചത് പിന്നെ സെക്രട്ടേറിയറ്റിലുണ്ട്. പിന്നെ സെക്രട്ടേറിയറ്റിലുണ്ട്, പാർലമെന്റ് സെക്രട്ടറിയിൽ അവതരിപ്പിച്ചത്. സെക്രട്ടറിയിൽ അവതരിപ്പിച്ചു, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം പൊതു സ്വീകാര്യത ഉണ്ടായിരുന്നോ? സ്വീകാര്യതയിലായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റ്, കോഴിക്കോട് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചരിത്രമുണ്ട്, ഇപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് പറയേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ആ സീറ്റ് കൊടുക്കണോ വേണ്ടതിന് വോട്ടെടുപ്പ് നടന്നു CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ. അതിൽ MVR പറഞ്ഞ ഭാഗം ജയിച്ചു. അങ്ങനെ ബാവ ഹാജിക്ക് കോഴിക്കോട് സീറ്റ് കൊടുത്തു. ബാവ ഹാജി അവിടെ തോറ്റു. പക്ഷേ തോറ്റത് ഇവിടെ EMS ആണ്. ഇലക്ഷന് തോറ്റത് ബാവ ഹാജി ആണെങ്കിലും കമ്മിറ്റിയിൽ EMSൻ്റെ അഭിപ്രായമല്ലല്ലോ ജയിച്ചത്. അപ്പോൾ അവിടെ തൊട്ട് ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഒരു പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ വന്ന് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഒക്കെ ലീഗിലേക്ക് തിരിച്ചു പോയി 10 വർഷത്തിന് ശേഷം. ഇതൊന്ന് പോയി പശിയത്തെങ്കിലും പുളി പോയില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഡിബേറ്റ് ചെയ്ത്. അപ്പം ഞങ്ങളാരും, കട്ടിങ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാവുന്നൊന്നും വിചാരിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരു ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ, ഞങ്ങളുടെ ഒരു വീടല്ലേ പാർട്ടി, ഞങ്ങളുടെ കുടുംബമല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ കണക്കാക്കിയിട്ടുള്ളത്. ഒട്ടുന്നനെയാണ് നമ്മളൊക്കെ ശത്രുക്കളാണെന്നുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ MVRനെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് MVRന് 86. MVRന് വാശിയും കയറി കാണും. MVRന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. MVR EP കൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞിട്ട്, അത് വലിയൊരു നേതാവുണ്ട്, താങ്കൾ അറിയില്ല, അദ്ദേഹം EMSനെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ EMS അത് എൻ്റർടൈൻ ചെയ്തില്ല. ഹി ഹാഡ് ടേക്കൺ ഡിസിഷൻ. EMS ഒരു തീരുമാനം എടുത്തിരുന്നു, MV രാഘവൻ വേണ്ട. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. VS അപ്പോഴത്തേക്ക് നിലപാട് മാറി. VS നിലപാട് മാറ്റി, EMSൻ്റെ സൈഡിലായിരുന്നു ആയിരുന്നു. നായനാരും ഏകദേശം പറഞ്ഞിട്ടാണ് MVR ഇതൊക്കെ ചെയ്തത്. ആണോ? നായനാർ ഈ അഭിപ്രായം സെൻട്രൽ കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ നായനാരുടെ ഒരു വലിയ വിശ്വസ്തന നിലയിലായിരിക്കും MVR ചെയ്തത്. പക്ഷേ എന്നിട്ട് EMSന് ഒരു ഒരു വിശദീകരണ കത്ത് പാർട്ടി കൊടുത്തു MVRനെ. അപ്പോൾ നായനാരെ കൊണ്ട് കാണിച്ചു MVR. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നായനാർ അവിടെ കുത്തു വേണ്ട, പുള്ളി വേണ്ട എന്നൊക്കെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് അത് കൊടുത്തപ്പോഴേക്കും ഇവർ പുറത്താക്കാൻ തീരുമാനിച്ചില്ലേ. അപ്പോൾ ഞാൻ നായനാരെ പോയി കണ്ടു. എനിക്ക് നായനാരോട് MVRനുള്ളതിനോടുള്ളതിനേക്കാളും അടുപ്പമായിരുന്നു. നായനാരോടും നല്ല വാത്സല്യം ഒരു മനുഷ്യനാണല്ലോ. എല്ലാവരോടൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒന്നും അങ്ങനെ എൻ്റർടൈൻ ചെയ്യില്ല. പക്ഷേ അടുപ്പുള്ളവരോടൊക്കെ, പൊളിറ്റിക്സ് സംസാരിക്കുന്നവരോടൊക്കെ പറയും. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടു. ശാരദ ടീച്ചറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ MVRനെ പുറത്താക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, നിങ്ങളുണ്ടാക്കിയ പുലിവാല, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. ഇന്നലെ നായനാരുടെ മകൻ വിളിച്ചിരുന്നു. അപ്പോൾ അതൊന്നും പുറത്താക്കില്ലടാ എന്ന് പറഞ്ഞു. പുറത്താക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ പോ എന്നുള്ള മട്ടിൽ എന്നെ പറഞ്ഞു വിട്ടു. അത് മൂപ്പരത് എൻ്റർടൈൻ ചെയ്തില്ല. പക്ഷെ ഒരു വാക്ക് പറഞ്ഞു, ഗോപാലട്ടൻ വിചാരിച്ചിട്ടൊന്നും നടന്നില്ല എന്നുള്ളത് നീ രാഘവനോട് പറയണം. ഗോപാലട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മാവനാണല്ലോ, KPR ഗോപാലൻ. അപ്പോൾ ഗോപാലട്ടൻ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണെന്ന് നീ രാഘവനോട് പറയണം. അപ്പോൾ മൂപ്പർ ഇംഗ്ലീഷൊക്കെ ഇഷ്ടം പോലെ പറയാം. മൂപ്പർക്ക് സ്വന്തമായ ഇംഗ്ലീഷ്, അവൻ ഹെസിറ്റേറ്റിംഗ് ആണ്, ഹേസ്റ്റി. അപ്പോൾ അവനോട് എടുത്ത് ചാടണ്ട എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഒന്നും നടക്കില്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നെ പുറത്തായ പിന്നെ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെയാണ് MVRന് ഞങ്ങളെല്ലാം പിന്തുണ കൊടുത്തു പേഴ്സണലായിട്ട്. ഈ CP അങ്ങോട്ട് പോകുമെന്ന് EMSന് അറിയാമായിരുന്നു? ഇല്ല, ഒരാൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അതിന് ശേഷം ഒരു ഞെട്ടലുണ്ടായത് ഈ TK കൊന്നു പോയപ്പോഴാണ്. ഇപ്പോൾ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം. അപ്പോൾ ഈ ജീസുകാരൻ പോലും കുറച്ചൊക്കെ
പുറത്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞാൻ ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ കാലത്തെ ആളുകളുടെ നിലപാടെടുക്കലിൻ്റെ ഒരു പുതിയ ആവർത്തനമാണ്. ആണല്ലേ? അപ്പം ഞാൻ മാത്രമല്ലല്ലോ, എത്ര പേര് നിലപാടെടുത്തു. അരവിന്ദാക്ഷൻ, അങ്ങനെ വഴിയാധാരം ഒരുപാട് പേരുണ്ട്. PC ഉലഹന്നാൻ എന്ന് പറഞ്ഞ PC ഉലഹന്നാൻ ഞങ്ങളുടെ നാട്ടുകാരനാ, ഇപ്പൊ എന്റെ കമ്മിറ്റിയിലുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൻ, എനിക്കറിയാം. മുക്കൂട്ടുതറ എന്നോ മിടുക്കനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഈ മനുഷ്യനാണല്ലോ അടുത്ത MLA. കാശിരപ്പള്ളി MLA. പിന്നെ ഇപ്പോഴും CMPയുടെ കമ്മിറ്റിയിലുണ്ട്. പണ്ടൊരു പ്രസംഗം ഇപ്പത്തെ കാലോട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും ഉണ്ട് PC ഉലഹന്നാൻ. അല്ല, അങ്ങനെ എത്രയോ പേര്. ഇപ്പൊ CK ചക്രപാണി, വാസുദേവ മേനോൻ, CP മൂസാൻകുട്ടി, വാട്ടിയൻ രാജൻ, MK കണ്ണൻ, അരവിന്ദാക്ഷൻ, നമ്പർ ഓഫ് പീപ്പിൾ, EP കൃഷ്ണൻ നമ്പ്യാർ, അവരൊക്കെ നമ്മൾ. എന്നിട്ട് ഈ പുറത്തായപ്പോൾ ഇദ്ദേഹത്തിന് നിലപാടെന്തായിരുന്നു? ഈ MVRന്റെ പുള്ളി ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനം. പിന്നെ ഫൈറ്റ് ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാതെ അതിനുള്ള പവർ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ലേ? ആ സ്വാധീനം കണ്ണൂർ പുള്ളിക്കായിരുന്നു തോന്നല്ലേ? ഇവരെക്കാളും നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ സ്റ്റീം റോൾ ചെയ്യുമല്ലോ. പക്ഷെ എന്ത് സ്റ്റീം റോളും മൂപ്പരെടുത്ത് ചിലവാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ, MV ഗോവിന്ദൻ തന്നെ MVRന്റെ കൂടെ ആയിരുന്നല്ലോ. ആയിരുന്നു, വെരി മച്ച്. പുറത്താകുന്നത് വരെ. പുറത്തായിട്ടും ആണോ? എന്നിട്ട് MV ഗോവിന്ദൻ നടപടി എടുത്തു. MV ഗോവിന്ദൻ്റെ പേരിൽ പാർട്ടിയും തരം താഴ്ത്തി, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. മൂപ്പര് ഭയങ്കര ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ മാതിരി വലിയ വിഷമത്തിലായി. എന്നാൽ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാട്ടോ ഇന്നും ഒന്നും. അപ്പോൾ MVRനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ എതിർത്ത് പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ രാഘവൻ എന്ന് പറയണം, MVR എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ്, എനിക്ക് രാഘവൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ രാഘവേട്ടൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് MV രാഘവൻ എന്ന് രാഘവ എന്ന് പറയാൻ പറ്റില്ല. അവന് മൂപ്പര് വലിയ വിഷമത്തിലായി. അപ്പോൾ MVR ഞാനിനി ഒന്നിലേക്കും ഇല്ല. അപ്പോൾ MVR പറഞ്ഞ്, അത് വേണ്ട, നീ ഒരു പാർട്ടി കാഡറല്ലേ, നിനക്ക് ശരിയാന്ന് തോന്നുന്ന പാർട്ടി പ്രവർത്തനം നടത്തുക. ഇതാണോ നീ പഠിച്ചത്? ഇത് അവസാനത്തെ പറഞ്ഞ വാചകമാണ്, ഇതാ നീ പഠിച്ചത്. അത് മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. MVR അല്ലാതെ ആരെങ്കിലും ജോണേ അങ്ങനെ പറയുമോ? എന്നെ എതിർത്തോടാ, മനസ്സിലായി. അല്ലെങ്കിൽ ശരി, അപ്പം നീ ന്യൂട്രലായിക്കോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശല്യം തീർന്നില്ല. അത് ചെയ്യരുത്. നീ ഒരു കേഡറാണ്. നീ നിൻ്റെ വർക്ക് ചെയ്തോ, ഞാൻ എൻ്റെ വർക്ക് ചെയ്തോളാം. നിനക്കിത് ശരിയാന്ന് തോന്നാൽ ഇവിടെ നിൽക്കുക, അല്ല നിനക്ക് അവിടെ നീ ഒന്നുമല്ലാതെ ആവരുത്. അതിന്നും മാഷ് ഉള്ളിൻ്റെ ഉള്ളിൽ താങ്ക്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത്ര ആയത്. അത് തീർച്ചയായിട്ടും. പിന്നീട് മൂപ്പര് കറി വന്നു. MVR ഭയങ്കരമായി ആക്രമിക്കപ്പെട്ടല്ലോ. പിന്നെ ഈ ആക്രമകാലത്ത് അദ്ദേഹത്തിന് പതറിയോ എപ്പോഴേലും? നിവൃത്തികെട്ടല്ലേ കരുണാകരൻ്റെ അടുത്ത്? വിഷമം ഉണ്ടായിരുന്നു, വലിയ വിഷമം ഉണ്ടായിരുന്നു. മൂപ്പര് അസംബ്ലിയിൽ വെച്ച് MVRനെ ചവിട്ടുകയൊക്കെ ചെയ്തത്. അന്ന് അദ്ദേഹം കരഞ്ഞു. ബെറ്റ് അതിൽ ഞാൻ സാക്ഷിയല്ല, വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി TCH വിജയൻ സാക്ഷിയാണ്. കാറിൽ അദ്ദേഹത്തെ ആരും ഇല്ലല്ലോ, ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ആരും വിചാരിച്ചല്ലോ, വേറെ അടിപിടിയൊന്നുമല്ല, അസംബ്ലിയല്ലേ. അപ്പോൾ അസംബ്ലിയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുമായിരുന്നു. ആരാ ചവിട്ട്? എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും ഇപ്പോൾ പറയണ്ട. അല്ല, അന്ന് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ കോടിയേരി, അതേപോലെ തന്നെ ആഞ്ചലോസ്, അതുപോലെ തന്നെ ആഞ്ചലോസൊക്കെ കൂടിയത് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗോപി കോട്ടം മുറിക്കൽ, അവരൊക്കെയാണ് ചാടി വീണത്. അല്ല ആരെന്ത് ചെയ്തൊന്നും ഞാനത് ഓർക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം വിതുമ്പി, ഭയങ്കരമായിട്ട് വിതുമ്പി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ചു. ഡിസ്ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനുണ്ട് കൂടെ. എൻ്റെ കൂടെ ഇവിടെയുള്ള വാമനും സാദികുമാറും മാത്രമേ ഉള്ളൂ, വലിയ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തോ, ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് പ്രസംഗം തുടങ്ങാമെന്ന്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ വരാൻ പറ്റുമോ രോഗിക്ക്? അന്ന് സാരോടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ KN പരിയാരം എന്ന് പറഞ്ഞിട്ട് MLA ഉണ്ടായിരുന്നു, അദ്ദേഹം തൊട്ടടുത്ത മുറിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വലിയ സ്റ്റൈലിലാണ് ചെന്നതൊക്കെ. അപ്പോൾ പരിയാരം ഈ കയ്യിൽ പിടിച്ചിട്ട് രാഘവ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് ഹി സ്റ്റാർട്ടഡ് വീപ്പിങ്. ഒരു കുട്ടിയെ പോലെ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ഈ കാണിക്കുന്നത്? പെട്ടെന്ന് അയാൾ
ഇതായി. അങ്ങനെ വിഷമിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ വീട് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു ഘട്ടമുണ്ടല്ലോ. വീട് പിന്നെ വീട് തീ വെച്ചില്ലേ, തീ വെച്ചു, പാമ്പ് വളർത്തൽ കേന്ദ്രം അക തീ വെച്ചു, എല്ലാം തീ വെച്ചില്ലേ. ഈ വെടിവയ്പ് സംഭവത്തിന് ശേഷമോ? വെടിവെപ്പ് സംഭവത്തിന് ശേഷമാണല്ലോ ഇതൊക്കെ. ആ ദിവസം തന്നെയാണല്ലോ. ഓ, ഇത് വെടിവെപ്പ് ദിവസവും തീവെപ്പ് ഒരു ദിവസമാണല്ലോ. ഈ വെടിവയ്പ് സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടായിരുന്നു തോന്നിയിരുന്നു? അതിലെ ഒന്നും അത് അങ്ങനെ വാശി പിടിച്ചു പോയത് കൊണ്ട് അല്ലല്ല. അതില് ഇപ്പം പറയുന്നതിന് അർത്ഥമില്ല. അങ്ങനെ വെടിവെപ്പ് പോയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. എന്നും ഉണ്ടല്ലോ പ്രശ്നം. അപ്പം ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ തുടങ്ങിയത് തൊട്ട് CPM വലിയ ചുരുക്കമായിരുന്നു. കാരണം പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മലപ്പട്ടം, കടന്നപ്പള്ളി, ഇതിൻ്റെയൊക്കെ അടുത്താണല്ലോ ഈ പരിയാരം. മലപ്പട്ടം എന്ന് പറഞ്ഞാൽ TK ഗോവിന്ദൻ്റെ നാട്. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലാണ് ഈ മെഡിക്കൽ കോളേജ് വരിക. അപ്പോൾ അത് MER വലുതാക്കിയെടുക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ ശത്രുവിനെ CPM ആക്രമിക്കുന്നത് വലിയൊരു തന്ത്രമാണ്. ശത്രു ഉള്ളതിനേക്കാളും വലുതാന്ന് പറയും. മനസ്സിലായി? ഇപ്പോൾ ഒരു 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 സാധാരണ ഒരു പാമ്പിനെ മൂർഖം പാമ്പാന്ന് പറഞ്ഞാൽ എല്ലാവരും അടിക്കുമല്ലോ. അല്ലേ? പറയുന്ന ആൾക്കറിയാം അത് വിഷമുള്ള പാമ്പല്ല, ചേരയാന്നറിയാം. പക്ഷേ മൂർഖനാന്ന് പറഞ്ഞാൽ എല്ലാവരും അടിക്കാൻ വരുമല്ലോ. അങ്ങനെ മൂപ്പരെ ഉള്ളതിനേക്കാളും വലുതായിട്ട് അങ്ങ് പ്രചരിപ്പിച്ചു. കണ്ണൂരെടുത്ത് വിഴുങ്ങിക്കളയും. ലക്ഷ്യം അതിനെ ഫിനിഷ് ചെയ്യല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്നേക്ക് പാർക്ക് തീ വയ്ക്കുന്നത് ഈ പരിയാരത്തിൻ്റെ വിഷയത്തിലല്ല, AKG ഹോസ്പിറ്റലിൻ്റെ വിഷയം. AKG ഹോസ്പിറ്റലിൽ MER AKG ഹോസ്പിറ്റലിൽ പിടിച്ചെടുത്തല്ലോ. അന്ന് ഈ കരുണാകരൻ്റെ സഹായം കൊണ്ടാണ് തൽക്കാലം ഒരു പരിധി വരെ തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ലീഡറോട് ഞാനാണ് പോയി കാണുന്നത്. അവർ മെമ്മോറണ്ടം കൊടുക്കാനെന്നുള്ള വ്യാജേന അരവിന്ദാക്ഷനും ഞാനും കൂടെ പോകുന്നു. അപ്പോൾ MVRന് ലീഡറായിട്ട് ഭയങ്കര പേഴ്സണൽ ഗഡ്ജ് പോലെ ആടുന്നല്ലോ. ബന്ധമൊന്നുമില്ല, ഭയങ്കര ബന്ധക്കുറവായിരുന്നു. സുധാകരൻ പിണറായി പോലെ. അത് പിന്നെങ്കിലും ബന്ധം ഉണ്ടായിരുന്നല്ലോ. മൂപ്പർക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയിട്ടാണ് ലീഡറായിട്ട് സംസാരിക്കുന്നത്. എന്താ പറഞ്ഞ അദ്ദേഹം? ലീഡർ ഒരു പ്രത്യേകതയുള്ള മനുഷ്യൻ. അതാണിപ്പോൾ പ്രസക്തമായ കാര്യം അതാണ്. അപ്പോൾ എന്നോട് ലീഡർ പറഞ്ഞൊരു കാര്യം, അത് ഈ നമ്മുടെ ശ്രോതാക്കൾ കേൾക്കേണ്ടതാണ്. പൊതുമണ്ഡലത്തിൽ പറയുന്നതൊന്നും വ്യക്തിമണ്ഡലത്തിൽ എടുക്കരുത്. ഇനി വ്യക്തിമണ്ഡലത്തിലുള്ള കാര്യങ്ങളിൽ തന്നെ സ്വകാര്യമായ കാര്യങ്ങളുണ്ട്. അതൊന്നും വ്യക്തി ജീവിതത്തിലേക്കും നമ്മൾ വലിച്ചഴക്കരുത്. അപ്പോൾ ഒരാൾക്ക് പൊതുജീവിതമുണ്ട്, വ്യക്തി ജീവിതമുണ്ട്, സ്വകാര്യ മൂന്നുമുണ്ട്. അതെന്നെ പഠിപ്പിച്ചത് ലീഡറാണ്. അപ്പോൾ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ലീഡറോട് ചോദിച്ചു ഒരിക്കൽ തമാശയ്ക്ക്. ലീഡർ എങ്ങനെയാണ് MVR ആയിട്ട് റിക്കൺസൈൽ ചെയ്തത്? എടോ, അതിനൊരു പ്രശ്നമില്ല. പൊതുമണ്ഡലത്തിൽ പലതും പറയും, അതൊന്നും വ്യക്തിമണ്ഡലത്തിൽ ബാധകമല്ല. നമ്മളവിടെ പറയുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ 2 വക്കീലുമാർ കോടതിയിൽ പറയുന്നത് കക്ഷികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അവർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും വക്കീലുമാർ. അതേപോലെ ഒരാളുടെ വ്യക്തി ജീവിതം, അതിനകത്ത് സ്വകാര്യ ജീവിതമുണ്ട്. അപ്പോൾ ആ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അതും രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ എത്രയോ ആളുകളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കരുണാകരനെ അറിഞ്ഞൂടെ? ഒരിക്കൽ പോലും അത് വിഷയമാക്കിയിട്ടില്ല. അത് ഗവനിക്കാറ് പോലും ഇല്ല. അവിടെയാണ് പിണറായിയുടെ വ്യത്യാസം, എല്ലാം സ്വകാര്യ ഏർപ്പിടിക്കുന്നത്. പിണറായി വേറൊരു സ്റ്റൈലുകാരനാണ്. അങ്ങനെ സ്വകാര്യ ജീവിതത്തിലൊന്നും അങ്ങനെ ഇടപെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതാണ് എല്ലാവരുടെ വ്യക്തി ജീവിതത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ടാർഗറ്റ് അല്ലേ? ഞാനൊരു ടാർഗറ്റിന് മുമ്പിലല്ലേ ഇരിക്കുന്നത്. 100-ലധികം കേസിൽ ഇപ്പോഴും ഒപ്പിടാൻ പോകണം. അതെ, ഒരിക്കൽ ഞാനതിൽ വന്നല്ലോ, നിങ്ങളെ തൊടുപുഴയിൽ നിന്ന് മറ്റും അറസ്റ്റ് ചെയ്ത് കേട്ട് ഞാനവിടെ ഓടി വന്നു. അപ്പോൾ അതിലൊന്നും ഒരു ഇതില്ല. എന്താ പറയുക, പത്രക്കാരെ പിന്നെ പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓരോ. അപ്പോൾ ഈ സമയത്തൊന്നും അങ്ങ് മത്സരത്തെക്കുറിച്ചൊന്നും ആലോചിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മത്സരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ MVRനെ ജയിപ്പിക്കണമല്ലോ. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ടാർഗറ്റ്. അന്ന് 2 സീറ്റോ 3 സീറ്റ് 4 സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 87 ആണല്ലോ ആദ്യം മത്സരിക്കേണ്ടത്. 87 CMP 88 സീറ്റിൽ മത്സരിച്ചു ഒറ്റയ്ക്ക്. 2 സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് ചക്രപാണിക്കും വാസുദേവ മേനോനും കൂടെ സീറ്റ് കൊടുത്തില്ല. 4 MLA-മാരുണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷേ അന്നൊന്നും ഞാൻ പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നു. എനിക്കന്ന് കൃത്യം 30 വയസ്സ് 29 വയസ്സ് ആണ്.
ഞാൻ മത്സരിക്കുന്നൊക്കെ ഒരുപാട് കേരള ശബ്ദമൊക്കെയാണല്ലോ അന്നത്തെ മെയിൻ. പക്ഷെ ഞാൻ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക ചെയ്തത്. കാരണം എം വി ആറിൻ്റെ ഇലക്ഷനും ജയിപ്പിക്കണ്ടേ. 91 ഞാൻ മത്സരിച്ചില്ല, 96 മത്സരിച്ചില്ല. അപ്പം അങ്ങനെ ആഗ്രഹമില്ല. അല്ല, 96 തൊട്ട് ഞാൻ മത്സരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എം വി ആർ തന്നെ ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അപ്പോൾ ഗൗരിയമ്മ പുറത്തു വന്നു. അപ്പോൾ നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴ സീറ്റ് എം വി ആർ ഗൗരിയമ്മയോട് ചോദിച്ചു, എനിക്ക് വേണ്ടി അവിടെ മത്സരിക്കാം, ജോണിനെ മത്സരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെന്തുകൊണ്ടോ ആ സമയം തൊട്ട് ഞാൻ മത്സരരംഗത്ത് വരണമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ മത്സരരംഗത്ത് വരണ്ടെന്ന് വിചാരിച്ച ഒരാളൊന്നുമല്ല. പിന്നെ വരുന്ന എപ്പോഴാണ് മത്സരിക്കുന്നത്? 2001 ഇതേപോലെ തന്നെ മത്സരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. ഞാനത് മത്സരിച്ചില്ല. ചോദിച്ച സീറ്റ് കിട്ടില്ല, ചോദിച്ച സീറ്റ് കിട്ടണ്ടേ. പക്ഷേ 2001 ജയിക്കുകയും ചെയ്തത്. അത് കുന്നംകുളത്ത് എനിക്ക് ജയിക്കാമായിരുന്നു. അന്ന് ചന്ദ്രമോഹൻ ആണ് മത്സരിച്ചത്. അന്ന് CN ബാലകൃഷ്ണൻ ആ സീറ്റ് വേണമെന്ന് AK ആൻ്റണിയായിട്ട് ഉള്ള ചർച്ചയിൽ എം വി ആറിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 2001 മത്സരിക്കാൻ. 2006 ഞാൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. 2011 മത്സരിച്ചല്ലോ. 480 വോട്ടിന് ഞാൻ. അതൊരു വല്ലാത്തൊരു കഷ്ടമാണ്. അതെങ്ങനെ ഫീൽ ചെയ്താ 2011 ആ ഒരു? എനിക്ക് ചൂസ് ചെയ്യാൻ അറിയാം, ഞാൻ ട്രെയിൻഡാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഭാഗ്യദോഷം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അതിനെ. സാറില്ല, ടേക്ക് ഇറ്റ്. 2016 അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ നടന്നുമില്ല. ഇല്ല 16 എവിടെ നമ്മുടെ ട്രെൻഡ് പോയി. ട്രെൻഡ് കംപ്ലീറ്റ് CPM അനുകൂല. പിന്നെ 21 ഞാൻ മത്സരിച്ചില്ല. ഞാൻ CMPയുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ CN വിജയേഷനാണ്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈ മത്സരിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആളുമല്ല. എന്നാൽ മത്സരിക്കണം, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം. അല്ലെ, കഴിഞ്ഞ തവണയും പക്ഷേ അങ്ങേക്ക് നല്ല സീറ്റ് എന്നൊരു ചർച്ചയായിരുന്നു തോന്നുന്നല്ലേ പൊതുവെ കഴിഞ്ഞ? അതെ, അന്ന് തിരുവമ്പാടി സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞു. ഇത്തവണ എന്താ സംഭവിച്ചത്? ഇത്തവണ അങ്ങ് തിരുവമ്പാടിയുടെ പേരാണോ ആദ്യം പരിഗണിച്ചത്? അല്ല, ഞാൻ തിരുവനന്തപുരം തന്നെയാണ് പറഞ്ഞത്. തിരുവനന്തപുരം പറഞ്ഞത് കാരണം നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ, നമ്മൾ ജയിച്ച സ്ഥലമാണല്ലോ തിരുവനന്തപുരം. അപ്പോൾ ഇപ്പോൾ ജയിക്കാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് തിരുവനന്തപുരം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അതിനിപ്പം അപ്പോൾ അവിടുന്ന് പ്രപ്പോസൽ വന്നതാണ് തിരുവമ്പാടിക്ക് മാറാൻ വിഷമമുണ്ടോ. അപ്പോൾ ഞാൻ ഇതാണ് താല്പര്യം. ഇവിടെ ഇപ്പം ഞാൻ 40 കൊല്ലമായിട്ട് CMP, 46 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു 40 കൊല്ലമായിട്ട് എൻ്റെ വോട്ടൊക്കെ ഇവിടെയാണ്. ഞാൻ കുന്നംകുളത്ത് മത്സരിച്ചപ്പോഴും തിരുവനന്തപുരത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മാറ്റി 2 തവണയും മാറ്റിയില്ല. കാരണം എൻ്റെ വോട്ട് ഇവിടെയല്ലേ, എൻ്റെ വീടും എല്ലാം റേഷൻ കാർഡും. പിന്നെ കുട്ടികൾ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. 2 കുട്ടികളാണ് എനിക്ക്. അവർ 2 ആളുകൾ വളർന്നവരാണ്. ഒരാളറിയാം. പിന്നെ വൈഫ് ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്കാരിയാണ്. അവരിപ്പോൾ പെൻഷനായി. അതാണ് ഇഫ്തിയുടെ വൈഫായിട്ടുള്ള പരിചയം അല്ലേ? അല്ല, ഇഫ്തിയുടെ വൈഫായിട്ടുള്ള പരിചയം, ഇഫ്തിയുടെ വൈഫിൻ്റെ സഹോദരി അനിത, അവരൊക്കെ പത്തനംതിട്ട കാത്തലിക് കോളേജിലെ രണ്ടാളും അങ്ങനെയാണ് ഇഫ്തിയായിട്ടുള്ള ബന്ധം. ഇഫ്തി എൻ്റെ ഒരു ബ്രദറിന്റെ മാതിരിയാണ്. അതെ എൻ്റെ ബ്രദർ. എല്ലാവരുടെയും പരിചയപ്പെട്ട ഇഫ്തിക്ക് ആരും ചൂടനാഥയുണ്ട്, പക്ഷെ നമുക്ക് ആ ചൂട് ബഹുമാനമേ തോന്നുന്നു. അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പം അതില് തിരുവനന്തപുരത്തെ ഞാൻ അവിടെ മത്സരിച്ചപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ വോട്ട്. അപ്പം എൻ്റെ വോട്ട് ഈ മണ്ഡലത്തിലാണ്. അപ്പം അങ്ങനെ എതിർപ്പൊന്നും വന്നില്ല കാര്യമായിട്ട് ഇത്തവണ? അപ്പം എനിക്ക് തോന്നുന്നത് VS കുമാറിനൊക്കെ ശ്രമം. അല്ല, അത് നാച്ചുറലി അത് അക്കംപ്ലിഷ് ചെയ്യണമല്ലോ, നമ്മൾ ആഗ്രഹിച്ചാൽ പോരല്ലോ. അപ്പോൾ തിരുവമ്പാടിയിൽ സീറ്റ് വെച്ച് മാറുക എന്നുള്ളത് നടക്കില്ല. അപ്പോൾ ഞാനാണ് ഇവിടെയല്ലേ ആഗ്രഹിക്കുന്നതും ജീവിക്കുന്നതും. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ത് വിഷമമുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാം, സ്വന്തം വീട്ടിൽ, രാത്രി വീട്ടിൽ പോയി കിടക്കാം. ഇതല്ലേ എൻ്റെ നാട്, വേണമെങ്കിൽ അവിടെ പോകാമെന്ന് ഞാൻ സമ്മതിച്ചത്. അങ്ങനെ പ്രപ്പോസൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിവിടെ തന്നെയാണ് പ്രിഫർ ചെയ്തത്. തിരുവനന്തപുരത്തെ ഒരു സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു എഡ്ജ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥികളെയോ മുന്നണികളെയോ ചെറുതാക്കി കാണുന്നില്ല. ഈ ഇൻ്റർവ്യൂവിൽ കൂടെയും എൻ്റെ പ്രവർത്തകരോടും അനുഭാവികളോടും പറയാനുള്ളത്, ഓവർ കോൺഫിഡൻ്റ് ആവരുത്, ബി കോൺഫിഡൻറ്റ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് ഒരിക്കലും പാടില്ല. അങ്ങയുടെ തട്ടകത്തിൽ അങ്ങ് സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്ങേക്ക് ആ തിരുവനന്തപുരത്തോട് എന്താണ് അങ്ങയുടെ മുമ്പിൽ വെക്കാനുള്ളത്? തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു MLAക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ച ഒരാൾക്കോ ഒന്നും അങ്ങനെ എടുത്തങ്ങ് മറിക്കാൻ പറ്റുന്നൊരു പ്രതിഭാസമൊന്നുമല്ല.
ഏജ് ഓൾഡ് സിറ്റിയാണ് തിരുവനന്തപുരം അല്ലേ. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ പഴക്കവും അതിൻ്റെ ഇപ്പം ഞാനിന്ന് കാന്തള്ളൂർ പോയിട്ട് വരികയാണ്. കാന്തള്ളൂർ ശാല അത് അവിടുത്തെ സംസ്കൃത പാണ്ഡിത്യവും ഭയങ്കരമായൊരു നഗരമാണ് തിരുവനന്തപുരം. ഒരു അസംബ്ലിയിലെ ജനപ്രതിനിധി വിചാരിച്ചാൽ ഇത് ആകെ അങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പക്ഷേ ഇവിടെ വന്ന് 10 നൂറ്റാണ്ടോളം താമസിച്ച ഒരാളെന്നുള്ള എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് തിരുവനന്തപുരത്തോട്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, തിരുവനന്തപുരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ല. ഈ 40 കൊല്ലം ഞാൻ CMB ആയിട്ടാണല്ലോ തിരുവനന്തപുരത്ത് എൻ്റെ കുട്ടികളുടെ പഠിച്ചത്. നഴ്സറിയിൽ മോഡൽ സ്കൂളിലും കോട്ടൺ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഗേറ്റ് പൂട്ടാറില്ല. ഗേറ്റിന് കുറ്റിയേ ഉള്ളൂ, പൂട്ടില്ല. ഞാനില്ലാത്ത ദിവസങ്ങളാണല്ലോ കൂടുതലും. അതെ, ഒരു പ്രശ്നവും തിരുവനന്തപുരത്ത് നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം എന്നുള്ളത് താമസിക്കാനും നമ്മൾ പഠിക്കാനും വായിക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒരു കേന്ദ്രമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു പ്രൗഢിച്ചൊരു വേറെ തരത്തിലുള്ള പോംപ് എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ അർഹിക്കുന്ന വലുപ്പത്തിലേക്ക് തിരുവനന്തപുരം ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉയർന്നില്ല. അതിന് ഉയർച്ചയുണ്ട്, കൂടുതൽ ഉയരണ്ടേ. അതെ, ഇപ്പോൾ ഒരു കാലത്ത് തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രമായിരുന്നു, ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട്, ഞാൻ വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ സെൻറ്ററായിരുന്നു. പിന്നീട് ഇത് നാഷണൽ സെൻറ്ററായിട്ട് സ്റ്റേറ്റ് സെൻറ്ററായിട്ട് ചുരുങ്ങാണ് ചെയ്തത്. മനസ്സിലായി. തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മയുള്ള കാലത്ത് അവർ ഡെൽനായോടും നെതർലാൻഡ്സിനോടും പോർച്ചുഗീസുകാരോടൊക്കെ അല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ ഭാഗമായപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ട് ചുരുങ്ങാണ് ചെയ്തത്. പക്ഷേ വേറെ തരത്തിൽ വലുതായി. ഇപ്പോൾ VSSC പോലുള്ള സംഗതി തിരുവനന്തപുരത്ത് വന്നു. നമ്മുടെ ടെക്നോ പാർക്ക് പിന്നീട് വന്നു, ടൂറിസം എന്നുള്ള കോൺസെപ്റ്റ് വന്നു. പക്ഷേ ലാസ്റ്റ് 10 years തിരുവനന്തപുരത്തിന് എന്താണ് അധികം കിട്ടിയത്? ഒന്നുമില്ല. ഇതാണ് മെയിൻ പ്രോബ്ലം. തിരുവനന്തപുരത്തിന് ഒരു പ്ലസ് ഇടാൻ ഒരു വലിയ ഫ്ലൈ ഓവർ പോലും തിരുവനന്തപുരത്ത് ഉണ്ടായില്ല. ഈ 10 കൊല്ലം കൊണ്ടുണ്ടായില്ല. ഇപ്പോഴും ഭയങ്കര ട്രാഫിക്കും അല്ല, തിരുവനന്തപുരത്തെ അവഗണിച്ചു. ഫ്ലൈ ഓവർ എന്ന് പറയുന്ന സ്ഥലത്തെ അവസ്ഥ അല്ല, ഫ്ലൈ ഓവർ എന്നല്ല അതിനെ വിളിക്കുന്നത്. നമ്മുടെ ആ തമ്പാനൂരിൽ അങ്ങോട്ട് തിരിയുന്നു. അല്ല, അതൊക്കെ പണ്ടുണ്ടാക്കിയതാണ്. AK ആന്റണിയുള്ള കാലത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് PK വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ട്രിഡ അവരാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണെങ്കിൽ ശ്രീകാര്യത്തിൽ ഫ്ലൈ ഓവർ വരാൻ പോകുന്നു പറഞ്ഞിട്ട് 2-3 കൊല്ലമായിട്ട് പൊളിച്ചിട്ടിരിക്കുക. അവിടെ ഷോപ്പുകളൊക്കെ പട്ടം ഭയങ്കരമായ ട്രാഫിക് മാത്രമല്ല, ഒരു പുതിയ ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ലൈഫ് സയൻസ് പാർക്കൊക്കെ ഇങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. രാജീവ് ഗാന്ധി സെൻറ്റർ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെയൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ബന്ധപ്പെട്ടിട്ട് ഒരു സയൻസ് സെൻറ്ററാണല്ലോ തിരുവനന്തപുരം. VSSC ഉണ്ട്, പിന്നെ നമ്മുടെ ശ്രീചിത്ര വലിയ റിസർച്ച് സെൻറ്ററാണ്. മെഡിക്കൽ കോളേജിനെ തന്നെ റിസർച്ച് സെൻറ്ററാക്കി മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, കേരള യൂണിവേഴ്സിറ്റി, ഇതിനെയൊന്നും ഒരു വളർച്ചയുടെ പടവുകൾ കയറ്റുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഐൻസ്റ്റീനെ വിളിച്ച നാടാണിത്. അതെ, ആൽബർട്ട് ഐൻസ്റ്റീനോട് തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ച നാടാണ് അല്ലേ. അതെ. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വിമൻസ് കോളേജിലോ യൂണിവേഴ്സിറ്റി കോളേജിലോ ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽമാരൊക്കെ പഴയ പ്രഗത്ഭരായ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പേരുകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള അറിവിൻ്റെ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ കാന്തല്ലൂർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനല്ല, പക്ഷേ നമുക്ക് തിരുവനന്തപുരത്തിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. വീണ്ടെടുക്കണം. പിന്നെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി, വെൽ ആൻഡ് ഗുഡ്, വർഷങ്ങളെടുത്താണ് ചെയ്തത്. പക്ഷേ ചെയ്തിട്ട് എന്താ ഫലം? രാജാജി നഗറിൽ വെള്ളമില്ല. എവിടെ? താഴ്ന്ന പ്രദേശമാണത്, അല്ലേ? അവിടുന്ന് ചെങ്കൽച്ചൂള എന്ന് നമ്മൾ പറഞ്ഞിരുന്ന രാജാജി നഗർ. ചെങ്കൽച്ചൂളാണ് ഇപ്പോൾ രാജാജി നഗർ. അതെ, അത് വെള്ളമില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ കുളിക്കാൻ നിൽക്കുകയെന്ന്. പണിയെടുത്ത് വന്നിട്ടേ, കൂലിപ്പണി ചെയ്ത് വന്നിട്ട് കുളിക്കാൻ വെള്ളമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പോറ്റിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമില്ലേ, അവിടെ വെള്ളമില്ല. ആഗ്രഹാരങ്ങൾ, വെള്ളമില്ല.
കുളിക്കാനോ കുടിക്കാനോ വെള്ളമില്ല. വലിയ ഉദ്യോഗസ്ഥർ അവിടെ താമസിക്കുന്നതും അവിടുത്തെ ഓഫീസർമാരും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. വെള്ളമില്ല. ഇപ്പം ഞാൻ താമസിക്കുന്നത് വിമൻസ് കോളേജിൻ്റെ അടുത്താണ്. എനിക്ക് വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാനിവിടെ സ്ഥലം വാങ്ങിയിട്ട് 33 കൊല്ലമായി. വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി വന്നതിന് ശേഷം വെള്ളം പമ്പിങ് ഇല്ല. ആണോ? 2-3 ദിവസം വെള്ളം കിട്ടിയില്ല. അവസാനം കൗൺസിലറോടൊക്കെ പറഞ്ഞ് വെള്ളം വാങ്ങിക്കുകയാണ് ചെയ്തത്, വില കൊടുത്ത്. പിന്നെ അത് വില വേണ്ട എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേഷൻ തന്നെ കൊടുത്ത്. എന്ന് പറഞ്ഞാൽ കുടിവെള്ളം പോലും കൃത്യമായി വിതരണം ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇലക്ഷനായപ്പോഴാണ് കുറച്ചും കൂടെ അകത്തേക്കൊക്കെ കയറി പോകുന്നത്. എനിക്കറിയാത്ത സ്ഥലങ്ങളല്ല. ഈ പാർവതി പുത്തനാറ് എന്ന് പറയുന്ന സ്ഥലം, ആമഴഞ്ചാൻ തോട് ആൾ മരിച്ചല്ലോ. അതെ. ഇപ്പോൾ നമ്മുടെ ഈ രാജാജി നാറിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന തോട്, നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ കാണുന്ന തോട്, അതെ, ഒരു ചളിക്കൂനയാണ്. പിന്നെ വെള്ളത്തിന് എങ്ങനെയും പോയല്ലേ പറ്റുള്ളൂ. വെള്ളം ആരും കാത്തു നിൽക്കില്ലല്ലോ, ഏതെങ്കിലും വഴി കൂടെ വെള്ളം പോകും. അതുകൊണ്ട് വെള്ളം പോകുന്നു, യാതൊരു പമ്പിങ്ങും ഇല്ല. ഇപ്പോൾ പുതുതായിട്ട് അവിടെ ബിൽഡിങ്സ് പണിതിട്ടുണ്ട്. അവിടെ ചെറിയ തുറ, വലിയ തുറ ഭാഗത്ത്. അവിടെ നമ്മൾ ഫ്ലാറ്റുകൾ കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ പല ഫ്ലാറ്റുകളും ഫോൾട്ടിയാണ്, ഞാൻ ലീക്കാവും, മഴ ലീക്കാവുന്നു. ഇപ്പോൾ നമ്മുടെ ചാലയിലുള്ള ഫ്ലാറ്റ് ഉണ്ടല്ലോ, 3-ാം നിലയിലേക്ക് വെള്ളം കയറിയാണ്ട് വലിയ സമരം ഉണ്ടായി 3 ദിവസം മുമ്പ്. കരിമ്പടത്ത് വെള്ളം കയറുന്നില്ല. അപ്പോൾ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഡ്രോട്ടൊന്നും ഇല്ലല്ലോ. വെള്ളം പമ്പ് ചെയ്ത പൈപ്പ് പൊട്ടും. പൈപ്പ് പൊട്ടിയാൽ ഈ സ്മാർട്ട് സിറ്റിക്ക് 5-6 അടി താഴ്ചയിലാണ് കോൺക്രീറ്റ് ഇതിട്ടിരിക്കുന്നത്. അത് പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ഹൗസിങ്, പാവപ്പെട്ടവരുടെ ഹൗസിങ്, ഇടത്തരക്കാരുടെ ഹൗസിങ്. ഇപ്പോഴും ഇഷ്ടംപോലെ കോളനികളും അവിടെയെല്ലാം. അയ്യോ, ഇപ്പോൾ അവിടെ ഞാൻ ഒരിക്കലും വീടില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ, കോളനിയുടെ പേര് ഞാൻ മറന്നുപോയി, എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നിരണം. അവിടെ ഞാൻ ഒരിക്കൽ കയറി, ഇപ്പോൾ വീടില്ലാത്ത മനുഷ്യരാണ് അവിടെ മുഴുവൻ. അയ്യോ, ഇവിടെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ 2 ഭാഗത്തും കിഴക്കും പടിഞ്ഞാറും കോളനികളല്ലേ. ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അത്രയേ ഉള്ളൂ. 100 സ്ക്വയർ ഫീറ്റും 150 സ്ക്വയർ ഫീറ്റുള്ള വീടുകളുണ്ട് അവിടെ. സെക്രട്ടേറിയറ്റ് നോക്കിയാൽ കാണാം. ചെറക്കുളം കോളനി, ചെറക്കുളം നഗരം അല്ലേ. അതെ അതെ അതെ. അപ്പോൾ എന്തെങ്കിലും ഈ 10 കൊല്ലം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഹൗസിങ്. ഇവന് ഇടത്തരക്കാരുടെ ഹൗസിങ്. ഇടത്തരക്കാർക്ക് കുറേ, ഞങ്ങളിപ്പോൾ മാനിഫെസ്റ്റോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, കൗൺസിൽ ഫ്ലാറ്റ്. താങ്കൾക്കറിയാലോ, യൂറോപ്പിൽ ഗവൺമെൻറ് കൗൺസിൽ ഫ്ലാറ്റ്സ് ഒന്നുകിൽ വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് കുറഞ്ഞ വാടകയ്ക്ക് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഈ ബിസിനസ്സുകാരുടെ വാടക, ഇന്ന് നമ്മുടെ ചെറുകിട വ്യാപാരത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വാടകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ കൊടുത്താൽ അത് മറ്റേതിനേക്കാളും വാടക. അതെ, ശരിയല്ലേ? അതെ, കറക്റ്റാണ്. അപ്പോൾ ഈ റെൻറ്റും ഇലക്ട്രിസിറ്റി ചാർജും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് എവിടെ? അപ്പോൾ ഒരു ഓൾ കേരള പ്രോബ്ലമാണ്. ഞാനിവിടെ ചായ കുടിക്കാൻ പോയി, ഞാൻ ചോദിച്ചു, അവരുടെ വാടക 90,000 രൂപ, ചെറിയ ചായക്കട. ശരിയല്ലേ? 90,000 രൂപ. പിന്നെ ആ ഒരു മാസത്തേക്ക് 90,000 രൂപ. അപ്പോൾ ഒരു ദിവസം 3,000 രൂപ കിട്ടിയാൽ വാടകയ്ക്ക് പോയി. അതെ, ഞാനും വാടകയ്ക്ക് കൊടുക്കുകയും വാടകയ്ക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് ഗവൺമെൻറ് അവിടെയാണല്ലോ ഇടപെടണ്ടേ. അതെ, നിങ്ങൾ 90,000 രൂപ വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷേ ചെറുകിട വ്യാപാരവും ചെറുകിട വ്യവസായവും വളരാത്തതിൻ്റെ 2 കാരണങ്ങൾ, ഒന്ന് റെൻറ്റും മറ്റേത് ഇൻട്രസ്റ്റും ഇലക്ട്രിസിറ്റി ചാർജും. ഈ 3 കാര്യത്തിലും ഒരു മോഡറേഷൻ വരുത്തിയാൽ എല്ലാവരും പ്രോഫിറ്റിലേക്ക് വരും. ശരിയാണോ? അതെ, കറക്റ്റാണ്. ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ താമസിക്കാനുള്ള വീട്. ഈ റെൻറ്റിനെടുത്ത് ബിസിനസ് ചെയ്യുന്ന ആൾ വീടും വാടകയ്ക്കാണേ. അതെ, അപ്പോൾ 2 വാടകയും കൂടെ 50,000 ആയി. അതെ, 30,000 കടയ്ക്കും 20,000 വീടിന്. ഈ 50,000 രൂപ കൊടുത്തിട്ട് 51,000 അയാൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ഇഷ്യൂസ് നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഒരു സ്ഥലം പണിത് അതിനിപ്പോൾ നമ്മുടെ KSRTC പണിതു. ആ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള വാടക പറഞ്ഞു, ആരും എടുക്കാണ്ടായില്ല. അറിയാമല്ലോ. അതെ അതെ, KTFC പരാജയപ്പെട്ടില്ലേ? ഇത് മാത്രമല്ല, അങ്കമാലി, തിരുവല്ല എല്ലാം പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താ? കൂട്ടി വാടക വെച്ചതാണ്. അതുപോലെ ചിലവായി നിർമ്മിക്കാനേ, ചുമ്മാ അങ്ങ് നിർമ്മിക്കാല്ലേ, ചില ഒരു പണിയും ഇല്ലാതെ അങ്ങ് പണിതു.
അതേസമയം അതൊരു BOT-യിലായിരുന്നെങ്കിലോ എന്തായിരുന്നു അവർക്ക് തന്നെ ചെയ്യാമായിരുന്നു അല്ലേ? അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. മാറ്റങ്ങൾ. പിന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കയ്യൊപ്പല്ലേ. ഞാൻ MVR-നെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തുള്ള എൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തോടുള്ള ബഹുമാനം, അദ്ദേഹം പൊളിറ്റിക്സിൽ ഷാർപ്പായിരുന്ന പോലെ ഡെവലപ്മെൻറ്റിൽ ഷാർപ്പായിരുന്നു. ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടായതിനൊരു നല്ല കഥയുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും. ഡിക്രൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം മരിച്ചുപോയി, വലിയ തുറയാണ്. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനിരിക്കുക. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ഈ വിഴിഞ്ഞത്ത് നമുക്ക് കപ്പൽ കൊണ്ടുവരാം. എൻ്റെ അടുത്താണ് വന്നത്. എൻ്റെ അടുത്ത് വരാൻ കാരണം വേറെ ഒന്നുമല്ല, MVR-നോട് നേരിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മൂപ്പര് കോൺഗ്രസ്സുകാരനാണ്, ലീഡറോടൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ രാഘവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ കപ്പൽ കൊണ്ടുവരാന്നപ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ കപ്പൽ ആര് കൊണ്ട് പണ്ടൊക്കെ വന്നിട്ടുണ്ട്, വലിയ തുറയിലും കപ്പൽ വന്നിരുന്നല്ലോ. വലിയ തുറ ഈ എൻ്റെ മണ്ഡലത്തിൽ പോർട്ടല്ലേ അത്. ഡിക്രൂസിന് ഒരേ നിർബന്ധം. അങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നൊരു പത്തേമാരി കൊണ്ടുവന്നത്. അന്ന് മനോരമയുടെ ചുമ്മാരേട്ടൻ തമാശയ്ക്ക് ശ്രീലൻ എന്ന പങ്ക്തിയിൽ എഴുതി, MV രാഘവനും K കരുണാകരനും ക്യാപ്റ്റനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ ബീഡി കുറ്റിയും വലിച്ച് മുണ്ട് മടക്കി കുത്തി വരുന്നത് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാരേട്ട കളിയാക്കല്ലേ, 100 പത്തേമാരിയായ ഒരു കപ്പലായി, പത്തേമാരികൾക്ക് അതിൻ്റെ ജോലി ചെയ്യാം. പക്ഷേ ഈ ഡിക്രൂസാണ് ആ പത്തേമാരി കൊണ്ടുവന്നത്. പിന്നെ അത് പോർട്ടാക്കി, കസ്റ്റംസ് പോർട്ടാക്കി. മെയിൻ വൈൽ MVR ക്ലിക്ക് ചെയ്തു. MVR പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന അഴീക്കൽ പോർട്ട് നന്നാക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ. അതെ, പാപ്പിനിശ്ശേരി. പക്ഷേ അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്തോടുകൂടി ഹി വെൻ്റ് അക്രോസ് ദ ഗ്ലോബ്. ആളുകളെ വിളിച്ച് അപ്പോൾ BOT എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അതാണിപ്പോൾ LDF UDF നമ്മൾ പറയുന്നില്ലേ. ഇന്നത്തെ പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസികളെ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവരന്ന് പറഞ്ഞത് തെറ്റോ ശരിയോ? പരിയാരം കോളേജ് ഒരു പോളിസിയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി. ചെങ്ങന്നൂർ നമ്മുടെ എഞ്ചിനീയറിംഗ് അതൊരു പോളിസിയായിരുന്നു. ആദ്യത്തെ കോളേജാണ് ET മുഹമ്മദ് ബഷീർ കൊണ്ട്. വിഴിഞ്ഞം പോർട്ട് ഒരു പോളിസിയായിരുന്നു. സിയാൽ വിമാനത്താവളം ഒരു പോളിസിയായിരുന്നു. അപ്പോൾ 91-ലെ ഗവൺമെൻറ്റിൻ്റെ UDF ഗവൺമെൻറ്റിൻ്റെ പോളിസികളാണതെല്ലാം. മനസ്സിലായി. ആ പോളിസികളെ അൺഎയ്ഡഡ് കോളേജ് ഒരു പോളിസിയായിരുന്നു അല്ലേ. 2001-ലെ ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് സ്വയംഭരണം. അതാ നമ്മുടെ സാധാരണ കോളേജ്, സ്വാശ്രയ കോളേജ്. അതിനെതിരായിട്ട് എന്തെല്ലാം, അതാണല്ലോ കുത്തുപറമ്പിലേക്ക് എത്തിയത്. അപ്പം UDF-ൻ്റെ നയം ഇവർ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. പിന്നെ അവരുടെ ആവശ്യമില്ലല്ലോ, ഞങ്ങളല്ലേ എൻ്റെ ഏറ്റവും നല്ല ആളുകൾ. ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ എന്തെല്ലാമാണ് പറഞ്ഞത്. ഇവിടെ 5000 കോടിയുടെ കടൽ കൊള്ള, ഒന്നാം പേജിൽ ഫുൾ പേജ് വാർത്ത, കാർട്ടൂണൊക്കെ വരച്ച്. ഇപ്പം അത് നടപ്പാക്കുന്നവരാണ് അല്ലേ. അതിൻ്റെ പേരിൽ പുള്ളിയുടെ മാത്രം ഫ്ലക്സ് വയ്ക്കും. വിഴിഞ്ഞം തുറന്നു. ഉമ്മൻചാണ്ടിയെ അടുപ്പിക്കത്തില്ല, പടം വെക്കത്തില്ല. ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ഒപ്പിട്ടത്. ഞാനിപ്പോൾ പ്രസംഗത്തിൽ പറയുന്നത് ഘനഗംഭീരമായ ഒപ്പ്, ഒരൊറ്റ സിഗ്നേച്ചർ. ആ സിഗ്നേച്ചറിലാണ് ഈ പോർട്ട് അദാനി എടുക്കുന്നത് അല്ലേ. അതെ. പക്ഷെ ഇതിൻ്റെ മുഴുവൻ സോണിയാഗാന്ധിയോട് പിണങ്ങി എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് സോണിയാഗാന്ധിക്ക് ഇഷ്ടമില്ലായിരുന്നു അദാനിക്ക് കൊടുക്കാൻ. കോൺഗ്രസ് ആയിട്ട് ചെറിയ ഡിഫറൻസ് അവിടെ വിളിച്ചു വരുത്തിയിട്ട് സോണിയാഗാന്ധി പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിട്ട് ഒപ്പിട്ടു. എന്നിട്ട് പിന്നെ കുറച്ചു കാലം ഡൽഹിക്ക് പോകത്തില്ലായിരുന്നു. എനിക്കറിയില്ല. ഡൽഹിക്ക് പോകത്തില്ല, കാരണം സോണിയാഗാന്ധി പിണങ്ങി. സോണിയാഗാന്ധി ഷോക്കായി, കാരണം അദാനിക്ക് കൊടുക്കരുതെന്നുള്ളതാണ് അവരുടെ നയം. പക്ഷെ വേറെ നിവൃത്തിയില്ല, പുള്ളി കൊടുത്തു. പുള്ളി പിന്നെ ഡൽഹി പോക്ക് നിർത്തി. ശരി. പക്ഷേ അതിനാധാരമായ മുഴുവൻ കാര്യങ്ങളും MVR ആണ് ചെയ്തത്, ടെൻഡർ ചെയ്തതും എല്ലാം. പക്ഷെ ഇതിൻ്റെ ആളാകുന്നതുകൊണ്ട് നടക്കാമെന്ന് ഇപ്പോൾ ആൾക്കാർ. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ ജനപ്രതിനിധി ആയാൽ ടെക്നിക്കലി ഈ പോർട്ട് വേറെ മണ്ഡലത്തിലാണെങ്കിലും തിരുവനന്തപുരം ആണല്ലോ നഗരം. അതെ, ഇതൊരു തുറമുഖ നഗരമാണ്. എൻ്റെ ചിഹ്നം കപ്പലാണ്. ആ കപ്പൽ തിരഞ്ഞെടുത്തതിനും ഒരു കാരണമുണ്ട്. കാരണം രാജാക്കന്മാരുടെ കാലത്ത് വലിയ തുറമുഖമായിരുന്നു തിരുവനന്തപുരം. ഇനി ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ തുറമുഖ നഗരമാവാൻ പോകുന്നത് തിരുവനന്തപുരമാണ്. ഭയങ്കര സാധ്യതയാണ്, വൻ സാധ്യതയാണ്. ഈ 5 കൊല്ലം നമുക്ക് കിട്ടിയാൽ ഒത്തിരി കാര്യങ്ങൾ. അതെ, ഇവിടെ തന്നെ ആ ടണൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ലല്ലോ.
അതാണ് ചെയ്തത്. റോഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം റോഡ് വരുവാണ്, നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനിടെ ഈ കപ്പലുമായിട്ട് അനുബന്ധിച്ച് ഒരുപാട് സാധ്യതകൾ, പിന്നെ ഒരുപാട് വെയർ ഹൗസുകൾ മാത്രം മതി. വെയർ ഹൗസുകൾ, സ്റ്റഫിംഗ് സെൻറ്റേഴ്സ്, ചെറിയ പിന്നെ GST വന്നുകൊണ്ട് യു ക്യാൻ മേക്ക് എനിത്തിങ് എനിവർ. അതെ, മറ്റേ ഡ്യൂട്ടി ഇല്ലല്ലോ ഇപ്പോൾ. അതെ, എക്സൈസ് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാമല്ലോ. അതെ. പിന്നെ ഇപ്പോൾ VD സതീശനെല്ലാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഈ ഇവിടുന്ന് അങ്ങോട്ടും മൂവ് ചെയ്യാം, വടക്കോട്ടും മൂവ് ചെയ്യാം, കടലിൽ കൂടെ മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള തിരുവനന്തപുരത്തിനെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയ്ക്കും, വ്യാവസായിക തുറമുഖ കേന്ദ്രം എന്നുള്ള നിലയ്ക്കും, വിദ്യാഭ്യാസ കേന്ദ്രം എന്നുള്ള നിലയ്ക്കും, ആരോഗ്യത്തിൻ്റെ കേന്ദ്രം എന്ന നിലയ്ക്കുള്ള ഒരു വേൾഡ് ഹബ്ബാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതിനുള്ള ഒരു അനുമതിയൊക്കെ UDFൻ്റെ ഈ പരസ്പര ഭിന്നതയും വഴക്കുമൊക്കെ പ്രശ്നമാവില്ലേ? അതൊന്നും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നമുള്ളപ്പോഴല്ലേ കഴിഞ്ഞ വോട്ടൊക്കെ വന്നത്. അല്ല ചേച്ചി, UDFൽ ഈ ഒടക്ക് വിജയസാധ്യത ബാധിക്കുമോ? ഇപ്പോൾ സത്യത്തിൽ UDF അല്ല, കോൺഗ്രസ്സിൽ UDF കുഴപ്പമില്ല. ഇപ്പോൾ സത്യത്തിൽ UDF തരംഗമല്ലേ അടിക്കുന്നത്, എന്നെക്കാളും യു നോ ബെറ്റർ. അതുകൊണ്ട് പിന്നെ ജനാധിപത്യ പാർട്ടികളിലൊക്കെ ചെറിയ സ്ക്രിമിഷസ് അല്ലെങ്കിൽ ചെറിയ ഉന്തും തള്ളും ഇതൊക്കെ പതിവല്ലേ, അതൊക്കെ സാധാരണയല്ലേ. ഇപ്പം നമുക്ക് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ ഇലക്ഷൻ നിൽക്കുകയാണല്ലോ, ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ഇലക്ഷൻ ആണല്ലോ. മനസ്സിലായി. അപ്പോൾ ക്ലിൻ്റണും എൻ്റെ ഭാര്യയും ഒബാമയും തമ്മിൽ ഇലക്ഷൻ നടത്തിയിട്ടാണല്ലോ തീരുമാനിക്കുന്നത് ആരാണ് കാൻഡിഡേറ്റ്. ഇവിടെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ നമുക്ക് ആ പതിവില്ല. അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്നൊക്കെക്കുറിച്ചൊക്കെയുള്ള സീറ്റ് ഏതാണെന്നുള്ള കുറിച്ച് കക്ഷികൾ തമ്മിലും കക്ഷികൾക്കകത്ത് വ്യക്തികൾ തമ്മിലൊക്കെ ചെറു തർക്കങ്ങൾ ഉണ്ടാവുന്നൊന്നും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? മുഖ്യമന്ത്രിയുടെ കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, ആരായാലും നമുക്ക് വിഷയമല്ല. അങ്ങനെ ഞങ്ങൾ ആ കാര്യത്തിലൊരു തീരുമാനം 95 അങ്ങ് എടുത്തു വെച്ചു. നമ്മൾ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അന്ന് നരസിംഹറാവു എല്ലാവരെയും വിളിപ്പിച്ചു, എല്ലാ കക്ഷി നേതാക്കളെയും വിളിപ്പിച്ചു. അപൂർവമായിട്ടാണ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ACC പ്രസിഡൻറ്റും. അപ്പോൾ MVRൻ്റെ കൂടെ ഞാനും പോയിരുന്നു, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ MVR കൊടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന കത്ത് ഞാനാണ് എഴുതിയത് ഇംഗ്ലീഷിൽ. അപ്പോൾ ടൈപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞു, അൺസൈൻഡ് നോട്ടാണ്. അതിൽ ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ രഹസ്യമൊന്നുമില്ല. ഓരോ പാർട്ടിയും അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക, സ്വയം നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള പാർട്ടികൾ തമ്മിലുള്ള മുന്നണി. അപ്പോൾ ഇന്നത്തെ ഈ കോൺഗ്രസ് ഒരു ഘടകകക്ഷിയല്ലല്ലോ, എതിർകക്ഷിയല്ലേ. അതെ, കോൺഗ്രസിൻ്റെയാണ് മുന്നണി, കോൺഗ്രസ്സാണ് മുന്നണിയുടെ ചാമ്പ്യൻ. അപ്പോൾ അവർക്കാണ് മുഖ്യമന്ത്രി പദം, അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അല്ലേ. അതെ, 95 സീറ്റിലാണ് മത്സരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ നേതാവിനെ അവർ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ആ നേതാവിനെ നമ്മൾ അംഗീകരിക്കുക, അതാണ് നമ്മുടെ പോളിസി. അതാണ് CMPയുടെ 95 മുതലുള്ള പോളിസി, അതിൽ മാറ്റമില്ല. തിരുവനന്തപുരം ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. അതേസമയം ആൻ്റണി രാജു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു മതപശ്ചാത്തലം ഒരു ലത്തീൻ അല്ലല്ലോ, അങ്ങനെ പ്രസക്തമല്ല. അപ്പോൾ അതിനെ ബാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ചോദ്യം. അതോ ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി തരക്കേടില്ലാത്ത ആളാണ് അവിടെ സ്വാധീനം. എനിക്ക് ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിന്നതല്ലല്ലോ തിരുവനന്തപുരത്തിൻ്റെ തീരവുമായിട്ട്, ആ തീരപ്രദേശത്ത് ജനിച്ച് വളർന്ന പലരെക്കാളും അടുപ്പമുണ്ട്. അതെ അല്ലേ, നേരത്തെ പോലെ ഇപ്പോഴല്ല. MVR മത്സരിക്കുമ്പോൾ ഞാനല്ലേ ഇലക്ഷൻ നടത്തിയത്, 2001. അത് കഴിഞ്ഞിട്ട് 25 വർഷമായി. ഈ 25 വർഷവും ഞാൻ ആ തീരവുമായിട്ടും തീരപ്രദേശത്തെ ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അവിടുത്തെ ചർച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, കാരണം അവർക്കാണ് വലിയ സ്വാധീനം. അത് പറയാം, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്നോട് തന്നെ CMP എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും വിഴിഞ്ഞം വന്നതിനെ തുടർന്നുണ്ടായ പാക്കേജ് നടപ്പായില്ല. ആ പാക്കേജ് നടപ്പാക്കാത്തതിനെതിരായിട്ട് തിരുവനന്തപുരം ലത്തീൻ രൂപത സമരം ചെയ്തു. അതെ, സമരസമിതിയൊന്നുമല്ല, ഞാൻ പിന്തുണച്ചതാ, ഞാനും പിന്തുണച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ വിഴിഞ്ഞം തുറമുഖം വേറെ, മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട ആളവിടെ എൻ്റെ പോളിസി അതായിരുന്നു, ജീവിക്കാൻ പറ്റാതെ കിടക്കുക. പത്രങ്ങളെല്ലാം അവർക്കെതിരായപ്പോൾ ഞാൻ കട്ടയ്ക്ക് അവരുടെ കൂടെ നിന്നാണ്. അപ്പോൾ അവർ സിമെൻറ്റ് ഗോഡൗണിൽ കിടക്കുക. അപ്പോൾ ഞങ്ങൾ CMPയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഒരു ധർണ വെച്ചു. അപ്പം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്, ലത്തീൻ രൂപത നടത്തുന്ന ഈ സമരത്തിന് പിന്താങ്ങാണ്. അതും പത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെ അടിച്ചു വന്നു. അപ്പോൾ എല്ലാം നിങ്ങളത് ലത്തീൻ രൂപതയെ പിന്താങ്ങുന്നു,
നിങ്ങൾ സമരത്തെ പിന്താങ്ങി. നോ, അവർ സെൻസിബിളായ കാര്യമാണ് പറയണത്. ആര് സെൻസിബിളായ കാര്യം പറഞ്ഞാലും നമ്മൾ പിന്താങ്ങും, ആര് സെൻസിബിൾ അല്ലാത്ത കാര്യം പറഞ്ഞാലും എതിർക്കും. അതിൽ യാതൊരു മടി എനിക്കില്ല. അപ്പം അതുകൊണ്ട് അതിന് മുൻപായാലും ശേഷമായാലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബോക്കി പ്രശ്നം വന്നില്ലേ, ബോക്കി പ്രശ്നം വന്നപ്പോഴും അവിടുത്തെ പുരോഹിതന്മാരുടെ ഫാദർ യൂജിനൊക്കെ ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അവിടുത്തെ ഒരു റെസ്പോൺസ് തന്നെ ഇത്തവണ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസാണ്. അവർക്ക് അങ്ങേയറ്റത്തെ സ്നേഹവും. കോൺഗ്രസ് ആണല്ലോ അവർ മെയിൻലി, അവിടുത്തെ പാർട്ടി കോൺഗ്രസ് അല്ലേ, കോൺഗ്രസ് പിന്താങ്ങുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും നേരിട്ട് അവർക്ക് ഒരു 4 നൂറ്റാണ്ടായിട്ട് നല്ലപോലെ അറിയാം പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ തീരപ്രദേശത്തുള്ള കോൺഗ്രസ് പോകത്ത് ഒരു 100 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 100 പേരിൽ 90 പേർക്കും എന്നെ ജോണെന്നോ ജോണേട്ടാന്നോ ഒക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ബ്ലെൻഡാണ്. അങ്ങയുടെ ഈ ആസൂത്രണ കമ്മീഷനിലെ പരിചയവും ഇതെല്ലാം രാഷ്ട്രീയത്തെ ഗുണം. അതെ അതെ അതെ, അത് ഷാജൻ ചോദിച്ച് ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. നമ്മൾ ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സമരം വരുമ്പോഴോ ചെയ്യുന്നത് പ്രധാനം തന്നെയാണ്. ഒരാൾ കടലിൽ പോയി മരിച്ചു, അപ്പോൾ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു കൺവെൻഷന്, അവരുടെ മകൻ മരിച്ച് 4 വർഷമായി. ഈ ഗവൺമെൻറ് അതിൻ്റെ രേഖ ശരിയായി കൊടുത്തിട്ടില്ല. മരിച്ചു എന്ന് ഗവൺമെൻറ് അംഗീകരിക്കണ്ടേ? ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 7 വർഷം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു പണ്ട്. കാണാതായാൽ ബോഡി കിട്ടില്ല, ബോഡി കിട്ടിയില്ലെങ്കിൽ 7 വർഷം കഴിയണം. അത് നമുക്ക് മാറ്റിക്കൊടുത്തു ഉമ്മൻചാണ്ടി. അതൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു മഹത്വം. ഈ സ്ത്രീ പറയണം, മോനെ എൻ്റെ സാറേ 4 കൊല്ലം എൻ്റെ മോൻ മരിച്ചു, കടലിൽ പോയിട്ട് കാണാതായി. പക്ഷെ മരിച്ചു എന്ന് വില്ലേജ് ഓഫീസർ പറയണ്ടേ? അതൊരു ഭാഗം. പിന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ആശുപത്രി വരുന്നു, അത് വരുന്നു. അപ്പം ഇത്തവണ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെച്ച മാനിഫെസ്റ്റോയിലും ഈ പുതിയ മാനിഫെസ്റ്റോയിലും പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SC/ST ഫണ്ടുണ്ടല്ലോ, അത് തുകയല്ല, ശതമാനമാണ്. 10% SCക്ക് 9.82, 1.5% ST. അത് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ പ്രത്യേക ഉത്സാഹത്തിൽ ജയലക്ഷ്മിയുള്ള സമയത്ത് 3% ആക്കി. അപ്പോൾ 3%. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ, കരകൗശലക്കാർ, മൺപാത്ര നിർമ്മാണക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു കമ്മിറ്റഡ് പ്ലാൻ ഫണ്ടില്ല. അതാത് കാലത്ത് പ്ലാനിങ് നടത്തുമ്പോൾ 100 കോടി 50 കോടി എന്ന് പറയും. ഇപ്പം ഞങ്ങൾ പറയാൻ പോകുന്നത് റിസർവേഷൻ SC/ST അത് വേറെ സബ്ജക്റ്റാണ്, അത് ഭരണഘടനാപരമായ വിഷയമാണ്. മറിച്ച് അവർക്കൊരു കമ്മിറ്റഡ് പ്ലാൻ, സബ് പ്ലാൻ ഫിഷർമാന് വേണ്ടിയിട്ട്, കോസ്റ്റൽ ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. അത് വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 3% ആണെങ്കിൽ ഏതാണ്ട് 1000 കോടി ഇപ്പോൾ തന്നെ ആയി. മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും 50,000 കോടി പ്ലാൻ ആകുമ്പോൾ അതനുസരിച്ച് 1500 ആവും. മനസ്സിലായി. അപ്പം നമുക്കൊരു 5-10 കൊല്ലം കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ താമസിക്കുന്ന, കോസ്റ്റൽ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വിസിബിൾ ചേഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് പോളിസിയാണ് പ്രധാനം. ഞാനൊരു പോളിസി മാനാണ്. അതെ, പോളിസിയിൽ നിന്നല്ലേ പ്രോജക്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് ആണെങ്കിലും അവർ പ്രോജക്റ്റിൽ നിന്ന് പോളിസി ഉണ്ടാക്കുക. നമുക്ക് പ്രോജക്റ്റ് വേണം, അത് പോളിസിയുടെ ബേസിലായിരിക്കും. മനസ്സിലായി. അതാണ് ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യമൊക്കെ പോളിസിയാണ്. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പോളിസിയാണ് വിഴിഞ്ഞം തുറമുഖം. അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു പണിയാൻ പറ്റുമോ? അതാണ്. അപ്പം അതുകൊണ്ട് ഒരു പോളിസിയിൽ ഇടപെടുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രോജക്റ്റുകളാക്കി ഇപ്പോൾ ഒരു കോസ്റ്റൽ ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. അവിടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യണമെന്നില്ല. പക്ഷെ സാധാരണ രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണല്ലോ 1 സ്റ്റിച്ച് അറ്റ് ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ പോലെ. പ്രോപ്പർ ടൈമിൽ ഒരു സ്റ്റിച്ച് ഇട്ടാൽ മാറേണ്ട കാര്യമാണ്. അപ്പോൾ അത് അങ്ങനത്തെ രോഗങ്ങൾ രോഗങ്ങളായിട്ട് മാറുക. ചിലപ്പോൾ ചെറിയൊരു സ്കിൻ ഡിസീസ് ആയിരിക്കും, കടലിലൊക്കെ പണിയെടുക്കുന്നവരുടെ. അത് കൃത്യമായി ചികിത്സിച്ചാൽ 1 മാസം കൊണ്ട് മാറാവുന്ന കാര്യം പിന്നീട് അത് പഴുത്ത് വലിയ പ്രശ്നങ്ങളായിട്ടുള്ള കേസുകളില്ലേ. അപ്പം അതുകൊണ്ട് ആളുകളുടെ, പിന്നെ സ്ത്രീകളുടെ, കുട്ടികളുടെ ആരോഗ്യം,
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോബിൾ ഹോസ്പിറ്റൽ. അങ്ങേക്ക് അടുത്ത പരിപാടികൾ ഇനി ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത മന്ത്രിയായതിനു ശേഷം മന്ത്രി എന്നതിൽ അങ്ങയുടെ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും വരാൻ കഴിയുമെങ്കിൽ ഞാൻ വരും. താങ്ക് യു. വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു.